So we shall start bill of exchange തുടങ്ങാം. Bill of exchange. Okay, നോക്കാം തുടങ്ങാം. Bill of exchange. What is mean by bill of exchange? എന്താ bill of exchange എന്ന് വെച്ചാൽ എന്താണ് bill of exchange? It is an instrument in writing having an unconditional order signed by the maker to pay a certain sum of money to or to the order of certain person. ഓക്കെ അല്ലേ? അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാ. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ടു പേ അല്ലേ? ഒരാള് പൈസ തരണം എന്ന് പറയുന്നതിനാണ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പ്രോമിസറി നോട്ടിലേക്ക് വരുമ്പോഴോ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുവാണ് സ്വമേധയാ തരാമെന്ന് പറയാണ്. ഓക്കെ, പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് കൊടുക്കാനുള്ള ആൾ, ഞാൻ ഹിബയ്ക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഞാനാണ് പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഹിബയ്ക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് മേക്ക് ചെയ്യുന്നത്? ഹിബയാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോളാം, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി എൻഡോസ്ഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും? എൻഡോസ് ചെയ്യാൻ പറ്റും ഫ്രം വൺ പേഴ്സൺ ടു another. It is a transferable negotiable instrument. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് പ്രോമിസറി നോട്ട് cannot be exchanged അല്ലെങ്കിൽ cannot be endorsed. പ്രോമിസറി നോട്ട് എന്ത് ചെയ്യാൻ പാടില്ല? എൻഡോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇനി പാർട്ടീസ് ഇൻവോൾവ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഏതൊക്കെ പാർട്ടീസ് ആണ് ഇൻവോൾവ് ആവുന്നത്? ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനറലി ഹു ഡ്രോസ് ദ ബിൽ അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള ആൾ. ഞാൻ ഹിബയുടെ അടുത്ത് പോയി ഒരു സാധനം മേടിച്ചു, അപ്പൊ ഞാൻ ഹിബയ്ക്ക് പൈസ കൊടുക്കാനില്ലേ? അപ്പോ ഹിബ പറയാണ് നിന്നെ എനിക്ക് വിശ്വാസമില്ല, അപ്പൊ എന്ത് ചെയ്യണം? ബില്ല് ഡ്രോ ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഹിബ പോയി ഒരു മുദ്രപത്രമൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനകത്ത് ഇന്ന ആള് ഇന്ന പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞ് ഹിബ ആദ്യം ഒപ്പുവെച്ചു, എന്നിട്ട് എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് സെറ്റ് ടു ബി ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ അല്ലേ? അപ്പൊ ഹിബേനെയാണ് എന്തെന്ന് പറയാ? ഡ്രോയർ എന്ന് പറയാ. ഓക്കെ അല്ലേ? ഇനി ഡ്രോയി, ഹു ഈസ് സെറ്റ് ടു ബി ഡ്രോയി? എന്നെയാണ് ഡ്രോയി എന്ന് പറയാ അല്ലേ? ആരാണ്? പേഴ്സൺ ഓൺ ഹും ബിൽ ഈസ് ഡ്രോൺ. എനിക്കെതിരെയാണ് അല്ലെങ്കിൽ എന്നിലേക്കാണ് ബില്ല് ഡ്രോ ചെയ്തത്, അല്ലെങ്കിൽ ഹു അക്സെപ്റ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോയി. ഞാനാണ് ഡ്രോയി. ഓക്കെ ആണ്? ആൻഡ് ദ തേർഡ് ടൈം പേയി. ഹു ഈസ് സെറ്റ് ടു ബി ദ പേയി? ആരാണ് പേയി എന്ന് പറയുന്നത്? പൈസ കിട്ടാനുള്ള ആൾ. ഹു ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ മണി. പൈസ കിട്ടാനുള്ള ആളെയാണ് എന്ന് പറയുന്നത് പേയി എന്ന് പറയുന്നത്. പൈസ കിട്ടാനുള്ള ആളെയാണ് എന്തെന്ന് പറയുന്നത്? പേയി എന്ന് പറയുന്നത്. അറിയോ? ഓക്കെ ആണോ? ഇനി അത് പേയി മേ ബി ദ ഡ്രോയർ ഓർ സം അതർ പേഴ്സൺ. ഓക്കെ, പേയി എപ്പോഴും ഡ്രോയർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹിബ പൈസ കൊടുക്കാനുള്ള സഹലയ്ക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. സഹല ഇസ് എ പേയി നൗ. ഓക്കെ അല്ലേ? സഹലയാണ് ആര്? പേയി. ഓക്കെ ആണോ? പേയി മേ ബി ഡ്രോയി ഓർ സം വൺ അതർ എൽസ്. ഓക്കെ, പേയി കനോട്ട് ബി ദ ഡ്രോയി. പേയി ആരാവാൻ പാടില്ല? ഡ്രോയി ആവില്ലല്ലോ. അങ്ങനെയല്ലോ. ഡ്രോയി ആണെങ്കിൽ പിന്നെ പൈസ കൊടുക്കുകയോ വേണ്ട, കിട്ടുകയോ വേണ്ടല്ലോ. ഓക്കെ അല്ലേ? ഇനി സെയിൽ ഓഫ് ഗുഡ്സ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കൺസെപ്റ്റ് പറയാണ്, ശ്രദ്ധിച്ചോളാം. സെല്ലർ റോക്കി ഭായ്. ഓക്കെ, അപ്പോ റോക്കി ഭായ്, പിങ്കി. റോക്കി ഭായിയുടെ കിട്ടിയവരുടെ പേരെന്താ? പിങ്കി എന്നല്ലല്ലോ. വാട്ടെവർ, നമുക്കിപ്പോ തൽക്കാലം ഹിബ തുടങ്ങാം. ഓക്കെ, ഹിബ. ഓക്കെ, അപ്പോ റോക്കി ഭായ് അടുത്ത് നിന്ന് ഹിബ സാധനം വാങ്ങി. ഓക്കെ അല്ലേ? ഹിബ ഇസ് എ ബയ്യർ. ഹിബ ആർക്ക് പൈസ കൊടുക്കണം? റോക്കി ഭായിക്ക് പൈസ കൊടുക്കണം. പകരം പൈസ കൊടുത്തില്ല. അപ്പൊ റോക്കി ഭായിക്ക് ഒരു സംശയം, ഹിബ പൈസ തരുമെന്ന്. സോ റോക്കി ഭായ് ഡ്രോസ് ദ ബില്ല് ഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? ഹു ബിക്കംസ് ദ ഡ്രോയി? ഹിബ ബിക്കംസ് ദ ഡ്രോയി. ഓക്കെ, ഹിബയ്ക്ക് പൊട്ട്. ഓക്കെ, അപ്പോ ഹിബ ബിക്കംസ് ദ ഡ്രോയി. ഓക്കെ അല്ലേ? എന്നിട്ട് ഹിബയുടെ അടുത്ത് റോക്കി ഭായ് ചെന്നിട്ട് പറഞ്ഞു ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, നീ കൂടി സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഹിബ 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തു. ഹിബ അക്സെപ്റ്റ് ദ ബിൽ. ഹിബ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു ബില്ല്. ഓക്കെ അല്ലേ? അപ്പോ ഹിബ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഹിബ പേയർ ആയി. ഹു ബിക്കംസ് എ പേയി? റോക്കി ഭായ് ഈസ് എ പേയി. റോക്കി ഭായ്ക്ക് അല്ലേ പൈസ കിട്ടാനുള്ളത്? ഹി ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ മണി. ഓക്കെ അല്ലേ? ഓൺ ദ ഡേറ്റ് അല്ലെങ്കിൽ ഓൺ ദ ഡ്യൂ ഡേറ്റിൽ ആ പൈസ ആര് കൊടുക്കണം? ഹിബ റോക്കിക്ക് കൊടുക്കണം. ഓക്കെ ആണോ? ഇനി ഡ്യൂ ഡേറ്റിന്റെ കാര്യം പറയുമ്പോൾ there are three concepts
ബിൽ ആഫ്റ്റർ ഡേറ്റ്, ബിൽ ആഫ്റ്റർ സൈറ്റ്, ഓൺ ഡിമാൻഡ് ഓർ ഓൺ പ്രസന്റ്മെന്റ്, ഓൺ പ്രസന്റ്മെന്റ്. ഓക്കെ അല്ലേ? ബില്ല് അറ്റ് സൈറ്റ് അല്ലെങ്കിൽ അറ്റ് സൈറ്റ് എന്നൊക്കെ പറയും. ഓക്കെ ആണല്ലോ. ഒന്നാമത്തത് ബിൽ ഡ്രോൺ ആഫ്റ്റർ ഡേറ്റ്. ബിൽ ഡ്രോൺ ആഫ്റ്റർ ഡേറ്റ്. ആഫ്റ്റർ ഡേറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ള ഡേറ്റ് ഏത് ഡേറ്റ് ആയിരിക്കും? ഡ്രോ ചെയ്യുന്ന ഡേറ്റ് അല്ലേ? അപ്പൊ ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡ്രോ ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അന്ന് മുതലാണ് ഡ്യൂ ഡേറ്റ് നമ്മൾ കൗണ്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ആഫ്റ്റർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് ഞാൻ ഡ്രോ ചെയ്തു, അല്ലെങ്കിൽ റോക്കി ബൈ ഡ്രോ ചെയ്തു. ആർക്കെതിരെ? ഹിബയ്ക്കെതിരെ. അല്ലെങ്കിൽ അപ്പോ ഹിബയുടെ അടുത്തേക്ക് അത് പാഴ്സൽ അയക്കുകയോ ചെയ്ത, കൊറിയർ അയക്കുകയോ ചെയ്ത, ഹിബയുടെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെന്നത്. ഓക്കെ അല്ലേ? ഹിബ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണോ അന്ന് തൊട്ട്. ആഫ്റ്റർ സൈറ്റ് ആര് സൈറ്റ് ചെയ്യുന്നത്, ആര് കാണുന്നത് തൊട്ട്? ഡ്രോയി കാണുന്നത് തൊട്ട്. ഡ്രോയർ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ആഫ്റ്റർ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയി എന്നാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അന്ന് തൊട്ടാണ് ആ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് തുടങ്ങുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് അറ്റ് സൈറ്റ് ഓർ ഡിമാൻഡ് ഓർ ഓൺ പ്രസന്റ്മെന്റ് എന്നൊക്കെ പറയും. എന്താണ്? എന്നാണോ ആ ബില്ല് കാണുന്നത്. ഓക്കെ, റോക്കി ബൈ വേഗം ഒരു ദിവസം ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ അറ്റ് സൈറ്റ് ഒക്കെ പറയുവാണെങ്കിൽ, റോക്കി ബൈ ബില്ലിൽ അങ്ങനെ പറഞ്ഞേക്കുന്നെങ്കിൽ വേഗം ഒരു ദിവസം എന്ന് ആ ബില്ല് കൊണ്ട് ഹിബയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ഹിബ പൈസ കൊടുക്കാൻ റെഡി ആയിരിക്കണം. ഇറ്റ് ഈസ് കോൾഡ് അറ്റ് സൈറ്റ്. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് ആഫ്റ്റർ ഡേറ്റ്, എന്നാണോ ബില്ല് ഡ്രോ ചെയ്തത് അന്ന് തൊട്ട്. ആഫ്റ്റർ സൈറ്റ്, എന്നാണോ ബില്ല് അക്സെപ്റ്റ് ചെയ്തത് അന്ന് തൊട്ട്. അറ്റ് സൈറ്റ് ഓർ ഓൺ പ്രസന്റ്മെന്റ് എന്നാണോ ആ ബില്ല് കൊണ്ടുപോയി ചെല്ലുന്നത്, ആര്? ഡ്രോയർ അല്ലെങ്കിൽ ദ എൻഡോസി, അല്ലെങ്കിൽ ആർക്കാണോ കിട്ടുന്നത് അയാൾക്ക്. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് ടു ബി ദ അറ്റ് സൈറ്റ്, ഓൺ പ്രസന്റ്മെന്റ്, ഓൺ ഡിമാൻഡ് എന്നൊക്കെ പറയാം. ഓക്കെ അല്ലേ? ഇനി മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 3 days ഓഫ് ഗ്രേസ് കൂടി കൂടുന്നതാണ്. ഓക്കെ അല്ലേ? എല്ലാ ബില്ലിനും ഒരു 3 ദിവസം എക്സ്ട്രാ സാവകാശം കൊടുക്കും. ഓക്കെ അല്ലേ? 30 ദിവസമാണ് ബില്ലിന്റെ ഡേറ്റ് എങ്കിൽ ആ 30 പ്ലസ് 3 കൊടുക്കും. ഓക്കെ അല്ലേ? 2 മാസമാണെങ്കിൽ 2 മാസം പ്ലസ് 3 കൊടുക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതാണ് കൺസെപ്റ്റ്. ഇനി ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ഫോൾസ് ഓൺ എ നാഷണൽ ഹോളിഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേ. ഒരു പബ്ലിക് ഹോളിഡേയിലാണ് എങ്കിൽ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ഒരു പബ്ലിക് ഹോളിഡേയിലാണ് എങ്കിൽ എന്നായിരിക്കും ഡേറ്റ്? പ്രിസീഡിംഗ് ഡേ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള പ്രീവിയസ് ഡേ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇഫ് ഡ്യൂ ഡേറ്റ് ഫോൾസ് ഓൺ ആൻ എമർജൻസി ഹോളിഡേയിലാണ് എങ്കിൽ അതിന് തൊട്ട് അപ്പുറത്തുള്ള ഫോളോവിങ് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും. ഓക്കെ അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? നമുക്ക് പബ്ലിക് ഹോളിഡേ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേ ഒക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ലേ? അപ്പൊ അതിന് ഒരു ദിവസം മുന്നേ കൊടുത്തോളാം, പിന്നെ ഒരു ദിവസം എടുക്കരുത്. ഓക്കെ അല്ലേ? ഇനി എമർജൻസി ഹോളിഡേ ആണെങ്കിൽ നമുക്ക് കണിയാന്റെ പരിപാടി ഒന്നും അല്ലല്ലോ, നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ദിവസം കൂടി സാവകാശം കൊടുത്തോളാം. ഓക്കെ അല്ലേ? എമർജൻസി ഹോളിഡേക്ക് ഒരു ദിവസം കൂടി സാവകാശം കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ വരെ കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇഫ് ക്വസ്റ്റ്യൻ ഈസ് സൈലന്റ്, ക്വസ്റ്റ്യൻ സൈലന്റ് ആണ് എങ്കിൽ ബിൽ ഡ്രോൺ ആഫ്റ്റർ ഡേറ്റ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ ഏത് ഡേറ്റിലാണോ ബില്ല് തുടങ്ങിയത് ആ ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് എന്ത് തുടങ്ങാം. ഓക്കെ അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കേസ് ഒന്നുമില്ല. 3 ഡേറ്റും തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്നാണോ ബില്ല് ഡ്രോ ചെയ്തത് അന്ന് തൊട്ടാണ് ഡ്യൂ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആൻഡ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് ബിൽ 1/1/2023, 3 മാസം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, മന്തിലാണ് എങ്കിൽ ഡ്യൂ ഡേറ്റ് നമ്മൾ കണക്കാക്കേണ്ടത് മന്തിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? അതായത് 1/1/2023 ഒരു ബില്ല് ഡ്രോ ചെയ്തു, 3 മാസം എന്ന് പറയാണ്. ഓക്കെ അല്ലേ? അപ്പോ എങ്ങനെയാണ്? 1/2, 1/3, 1/4. ഓക്കെ അല്ലേ? പ്ലസ് 3 ദിവസം കൂടെ 4/4. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കോ, 1/1/2024 1 മന്ത് എന്ന് പറയുമ്പോൾ 1/2/2024 ആണ്. 3 ദിവസം ഗ്രേസും കൂടെ കൂട്ടി 4/2/2024 ആവും. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോ, 1/1/2024 30 ഡേയ്സാ പറഞ്ഞിരിക്കുന്നത്. 30 ഡേയ്സാ പറഞ്ഞിരിക്കുന്നത്. 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ 30 ഡേയ്സ് തന്നെ എണ്ണണം. ഓക്കെ, 1-ാം തീയതി അല്ലേ? 1/1 എന്ന് പറയുമ്പോ 1-ാം മാസം അല്ലെ? എത്ര ദിവസം ഉണ്ട് 1-ാം മാസം? 31 ദിവസം അല്ലേ? അതിൽ 1-ാം തീയതി അല്ലേ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട്? 30 ദിവസം അല്ലേ? അപ്പൊ 31 പ്ലസ് 3 ആവണം. 31 പ്ലസ് 3 ആവണം. ഓക്കെ അല്ലേ? 31 ജനുവരിയാണ്. പിന്നെ എന്താണ്? 1, 2, 3. ഇത് 1 മന്ത് ആണെങ്കിൽ എന്താ പറ്റുക? 1/1/2024 1 മന്ത് ആണെങ്കിൽ 1, 2 പ്ലസ് എന്താണ്? 3 ദിവസമാണ്. ഓക്കെ ആണോ?
കൺസെപ്റ്റ് മനസ്സിലായോ ഡേയ്സിലാണ് എങ്കിൽ ഡേയ്സിൽ തന്നെ എണ്ണണം. ഓക്കെ 1/1/2024 60 ദിവസമാണ് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ 1/1/2024 60 ദിവസമാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ കാണും 60 ദിവസം എന്ന് പറയുമ്പോൾ ഇനി ജനുവരിയിൽ എത്ര ദിവസമുണ്ട് 31-ൽ 1 പോയില്ലേ 30 ദിവസമല്ലേ ജനുവരിയിൽ എത്ര ദിവസമുണ്ട് 30 ദിവസമുണ്ട്. ഓക്കെ അല്ലേ 2024-ൽ ഫെബ്രുവരി എത്ര ദിവസമുണ്ട് 29 ദിവസമുണ്ട് 29 ദിവസമുണ്ട്. ഓക്കെ ആണോ കാരണം എന്താ 24 ലീപ്പ് ഇയർ ആണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ് ലീപ്പ് ഇയർ ആണ്. ഓക്കെ അല്ലേ 29 ദിവസമുണ്ട് 29 ദിവസമുണ്ട്. ഓക്കെ അല്ലേ അപ്പൊ എത്രയായി 59 ദിവസമായി. ഓക്കെ അല്ലേ 59 ദിവസമായി. അപ്പൊ ഫെബ്രുവരിയും തീർന്നു. ഇനി മാർച്ച് 1 അല്ലേ മാർച്ച് 1 ആയപ്പോ എത്ര ദിവസമായി 60 ദിവസമായില്ലേ മാർച്ച് 2 മാർച്ച് 3 മാർച്ച് 4. ഓക്കെ ആണോ അപ്പോ ലീപ്പ് ഇയറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായല്ലോ ലീപ്പ് ഇയറിനെ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും 2024 അല്ലേ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഇറ്റ് ഈസ് ലീപ്പ് ഇയർ. ഓക്കെ 4 8 12 16 20 24 28 32 36 40. ഓക്കെ ഇതെല്ലാം എന്താണ് ലീപ്പ് ഇയർ ആണ്. ഓക്കെ അല്ലേ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്തത് ജേണൽ എൻട്രി. ഓക്കെ അല്ലേ ഗുഡ്സ് സോൾഡ് ബൈ റോക്കി ടു ഹിബ. ഓക്കെ റോക്കി ഗുഡ്സ് സെൻഡ് ചെയ്തു. ഓക്കെ അല്ലേ സെല് ചെയ്തു. അപ്പോ റോക്കിയുടെ സെയിലല്ലേ റോക്കിയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം ഹിബ അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ്. ഓക്കെ അല്ലേ ഇനി ഹിബയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റോക്കി. ഓക്കെ അല്ലേ ബില്ല് ഡ്രോ ചെയ്തു. അപ്പോ ഹിബ പൈസ തരില്ല എന്ന് പേടിച്ച് ബില്ല് ഡ്രോ ചെയ്തു. എന്താണ് റോക്കിയുടെ ബുക്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹിബ അക്കൗണ്ട്. ഓക്കെ അല്ലേ ഇനി ഹിബയുടെ ബുക്കിലോ റോക്കി അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ അല്ലേ ഇനി ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് 3 കാര്യങ്ങളാ ചെയ്യാൻ പറ്റുക മെയിൻ ആയിട്ട്. ഒന്ന് എന്ത് ചെയ്യാം റീറ്റെയിൻ ചെയ്യാം, 2 ഡിസ്കൗണ്ട് ചെയ്യാം, 3 എൻഡോസ് ചെയ്യാം. ഓക്കെ അല്ലേ 3 കാര്യങ്ങളാ ചെയ്യാൻ പറ്റുക. റീറ്റെയിൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഓക്കെ ബില്ല് റീറ്റെയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും എൻട്രി ഉണ്ടോ പ്രത്യേകിച്ച് ഒരു എൻട്രി ഇല്ല. ഓക്കെ അല്ലേ ഇനി ഡിസ്കൗണ്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരാ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ കൊടുത്തപ്പോൾ ബാങ്കുകാർ പൈസ തന്നു, ഒരു ചെറിയ പൈസ അവരെ പിടിക്കുകയും ചെയ്തു. അതെന്താണ് എക്സ്പെൻസ് ഓഫ് ദ ഡ്രോയറുടെ എക്സ്പെൻസ് ആണ് ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ ഇനി അയാള് ഡ്രോയർ ആ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് വരെ ആ ബില്ല് കീറിക്കളയോ, ആ ബില്ല് കയ്യിൽ പിടിച്ചോണ്ടിരിക്കോ, ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കോ, ആ ബില്ല് വേറെ ആർക്കെങ്കിലും എൻഡോസ് ചെയ്യോ, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഡ്രോയിനെ ബാധിക്കില്ല. ഡ്രോയുടെ ബുക്കിൽ ഒരു എൻട്രിയും വരില്ല. ഓക്കെ ആണോ ഒരു എൻട്രിയും വരില്ല. ഓക്കെ ആണോ അപ്പോ അടുത്തത് എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ജേണൽ എൻട്രി വരാ എന്താണ് ഡ്രോയറുടെ ബുക്കിൽ മാത്രമേ എൻട്രി വരുള്ളൂ അല്ലെ. എന്താ എൻട്രി വരാ എൻഡോസ് ചെയ്തു. ഇപ്പൊ സപ്പോസ് ഹിബയല്ല റോക്കി ആദിലിനാണ് എൻഡോസ് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ അല്ലേ അപ്പൊ എന്താണ് ആദിലിന് പൈസ കൊടുക്കാനുണ്ടാവുമല്ലോ ഓൾറെഡി. ആദിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ എന്ന് വരും. ഓക്കെ ഇവിടെ ഡ്രോയുടെ ബുക്കിൽ ഒരു എൻട്രിയും വരില്ല. there is a small concept called bill sent for collection. ഓക്കെ ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ. എന്താണ് ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് നമ്മുടെ കൈ പിടിച്ചോണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടി കൊടുത്തു വിട്ടു. അപ്പൊ എന്ത് പറ്റി ബിൽസ് റിസീവബിൾ പോയി. ബിൽസ് റിസീവബിളിന് എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്ത് ചെയ്തു ഡെബിറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അവിടെ നോ എൻട്രി ഒരു എൻട്രിയും വരില്ല. ഓക്കെ അല്ലേ ഇത് വലിയ റെലവെന്റ് ഒന്നും അല്ല. ഇനി ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് മെച്യൂരിറ്റി വരെ ഇത് ഡ്രോയിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. മെച്യൂരിറ്റി ഡേറ്റിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാണ് വേണമെങ്കിൽ ഹോണർ ആവും അല്ലെങ്കിൽ ഡിസോണർ ആവും. ഒന്നെങ്കിൽ ഓണർ ആവും ബില്ലിന്റെ പൈസ തരാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് ഹിബ എങ്കിൽ ഹിബ പൈസ തരും. അല്ലെങ്കിൽ ഹിബ ആരെ വലിപ്പിക്കും റോക്കി ബായിനെ വലിപ്പിക്കും. വലിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും കലാശ് നിക്കാവോ തോക്കുമായിട്ട് ആരെ വെടിവെക്കും ഹിബേനെ അരിപ്പയാക്കി കളയും. ഓക്കെ അപ്പോ നമുക്ക് നോക്കാം. അപ്പോ ഓൺ മെച്യൂരിറ്റി ഡേറ്റ് ബില്ല് ഹിബയ്ക്ക് അതറിയാം. ഹിബ എന്ത് ചെയ്തു പൈസ കറക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ വെറുതെ റോക്കി ബായുടെ തോക്കിനിരയാവുന്നേ
എന്നാലോചിച്ച് ഹിബ എന്ത് ചെയ്തു? പൈസ കൊടുക്കാൻ തീരുമാനിച്ചു ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ അല്ലേ? അപ്പോ ഹിബ പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. ബില്ല് ആരുടെ കയ്യിലിരിക്കുകയാണ്? റോക്കി ബായി ബില്ല് കയ്യിൽ വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ബില്ല് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബില്ല് റീറ്റെയിൻ ചെയ്യുമ്പോൾ ആർക്കാ പൈസ കിട്ടുക? റോക്കി ബായിക്ക് പൈസ കിട്ടും. ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ, അടുത്ത് നമുക്ക് നെസ്റിനെ പറയാം കേട്ടോ. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ഇനി ഹിബയുടെ ബുക്കിൽ ഹിബേനെ ബാധിക്കില്ലേ? ഹിബയുടെ പൈസ പോകൂലേ? പൈസ പോവും. എന്താണ് എൻട്രി വരാം? ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി ഡ്രോയർ റോക്കി ബായി ആ ബില്ല് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ബില്ലിന്റെ പൈസ റോക്കി ബായിക്ക് ആര് കൊടുത്തിട്ടുണ്ട്? ബാങ്ക് കൊടുത്തിട്ടില്ലേ? അപ്പൊ റോക്കി ബായിക്ക് ഇനി ആ ബില്ല് ഓണർ ആവുമ്പോ പൈസ വല്ലതും കിട്ടുമോ? ഇല്ല, പൈസ കിട്ടില്ല. കാരണം എന്താ? ആര് ബാങ്കിലേക്ക് അടയ്ക്കും? ഹിബ ബാങ്കിലേക്ക് അടച്ചോളും. റോക്കി ബായിക്ക് ഇനി അതുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ അല്ലേ? ഇനി ഹിബ അടച്ചില്ലെങ്കിലാണ് എന്ത് എടുക്കേണ്ടി വരുള്ളൂ? തോക്കെടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഹിബയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക്. എന്നാലും ഹിബ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ബായിക്കോ ബാങ്കിലേക്കോ അല്ലെങ്കിൽ റോക്കി ബായി കൊടുത്ത ആദിലിനോ ഹിബ പൈസ കൊടുക്കണം. ഹിബയുടെ ബുക്കിൽ സെയിം എൻട്രി ആണ് വരാം, ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ അല്ലേ? ഇനി ബില്ല് എൻഡോസ് ചെയ്തത് ആ ബില്ല് ഓൾറെഡി ആരുടെ കയ്യിലായിരിക്കുന്ന? ആദിലിന്റെ കയ്യിലല്ലേ? റോക്കി ബായിക്ക് പൈസ കിട്ടോ? ഇല്ല. ആർക്കാ പൈസ കിട്ടാ? ആദിലിനാ പൈസ കിട്ടാ. ഹിബ ഡയറക്റ്റ് ആർക്ക് കൊടുക്കും? ആദിലിന് കൊടുക്കും. ഹിബ ഡയറക്റ്റ് ആർക്ക് കൊടുക്കും? ആദിലിന് കൊടുക്കും. ഓക്കെ അല്ലേ? ഹിബയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ അല്ലേ? അപ്പൊ പൈസ കൊടുത്തു, ഇടപാട് തീർന്നു. ഇനി രണ്ടാമത്തെ കേസ് ഇച്ചിരി പ്രശ്നമുള്ള കേസാണ്. എന്താണ്? ബില്ല് ഡിസോണറായി. ഓക്കെ അല്ലേ? ബില്ല് ഡിസോണർ ആവുമ്പോൾ എന്ത് പറ്റും? there comes another term called noting charge. ആ ബില്ല് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്? the holder of the bill. ഓക്കെ അല്ലേ? ആ ബില്ല് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്? അയാൾ നോട്ടറിയുടെ അടുത്തേക്ക് ഓടും. ആരുടെ അടുത്തേക്ക് ഓടും? നോട്ടറിയുടെ അടുത്തേക്ക് ഓടും. ഓക്കെ, ലോട്ടറി എടുക്കാൻ ഓടും എന്നല്ലാണ്ട് സുഖാനാ. ആരുടെ അടുത്തേക്ക് ഓടും? നോട്ടറിയുടെ അടുത്തേക്ക് ഓടും. ഓക്കെ, അപ്പോ നോട്ടറിയുടെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഇതൊന്ന് സ്റ്റാമ്പ് ചെയ്ത് തന്നെ ഈ ബില്ലിന്റെ ഡേറ്റ് കഴിഞ്ഞു, ബില്ലിന് ഒരു വാലിഡിറ്റി ഉണ്ടാക്കി തന്നെ പറയും. അപ്പൊ നോട്ടറി എന്ത് ചോദിക്കും? പൈസ ചോദിക്കും. നോട്ടറിക്ക് റോക്കി ബായി ആണോ ആദിലാണോ എന്ന് അറിയണ്ട, പൈസ ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പോ നോട്ടറി ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോ ആര് കൊടുക്കേണ്ട വരും? ഹോൾഡർ ഓഫ് ദ ബില്ല് കൊടുക്കേണ്ട വരും. ആ പൈസ ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? ഡ്രോയിയുടെ കയ്യിൽ നിന്ന്, ഹിബയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? നോട്ടറിയുടെ അടുത്തേക്ക് ചെല്ലുന്ന, നോട്ടറി മേടിക്കുന്ന പൈസക്കാണ് എന്തെന്ന് പറയുന്നത്? നോട്ടിംഗ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ബില്ല് ഡിസോണറായി. ഇനി റോക്കി ബായി ബില്ല് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിബ ഇപ്പൊ ബില്ലുമായിട്ട് അല്ലെങ്കിൽ പൈസയായിട്ട് വരുന്നോർത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൈസ വന്നില്ല. എന്ത് പറ്റി? റോക്കി ബായിയുടെ കയ്യിരുന്ന ബില്ല് ക്യാൻസൽ ആയി പോയി. എന്ത് ചെയ്തു? ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്തു. വീണ്ടും ആര് അസറ്റായി? ഹിബ അസറ്റായി. ഹിബേനെ അവിടെ നിന്ന് വീട്ടിൽ പോയി പിടിച്ചുകൊടുന്ന് എങ്ങോട്ട് വിടും? മറ്റേ മൈനില് ഹിബേനെ മറ്റേ കിളയ്ക്കാൻ വിടും. ഓക്കെ അപ്പോ റോക്കി ബായിയുടെ മൈനില് അതിന് പറയുന്ന പേരെന്താ? എൽ ഡൊറാഡോയിൽ കൊണ്ടുവിടും ഹിബേനെ. ഓക്കെ, അപ്പോ ഹിബ വിൽ ബിക്കം ദ അസറ്റ്. ഹിബ എന്താവും? അസറ്റാവും. ഓക്കെ അല്ലേ? അപ്പോ എന്താണ് എൻട്രി വരിക? ഹിബ അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി ബില്ല് ബാങ്കിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റോക്കി ബായിക്ക് പണി വളി. എന്താണ്? ബാങ്കിന് പൈസ കൊടുക്കണ്ടേ? ആര് കൊടുക്കണം? റോക്കി ബായി കൊടുക്കണം. ബില്ലിന്റെ പൈസ ആരാ മേടിച്ചത്? റോക്കി ബായി അല്ലേ? അപ്പോ ആരെടുത്ത് ചോദിക്കും? റോക്കി ബായി എടുത്ത് ചോദിക്കും. അപ്പൊ റോക്കി ബായിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും ടു ബാങ്ക്. ഓക്കെ അല്ലേ? ആരാണ് വീണ്ടും അസറ്റ് ആവുന്നത്? ഹിബ അസറ്റ് ആവും. ഹിബയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇതിനകത്ത് എല്ലാത്തിലും നോട്ടിംഗ് ചാർജ് ഉണ്ട് എങ്കിൽ ആ നോട്ടിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റത്തെ കേസിൽ നോട്ടിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ ഹിബയുടെ റോക്കി ബായിൽ നിന്ന് പൈസയും പോകൂലേ? എന്തായിരിക്കും വരിക? ഹിബ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ടു ക്യാഷ്. ഓക്കെ അല്ലേ? നോട്ടിംഗ് ചാർജ് എത്രയാണോ അത് പോകും. ഓക്കെ ആണോ? അപ്പൊ 1000 രൂപയാണെങ്കിൽ 1000
പ്ലസ് 10 രൂപ നോട്ടിംഗ് ചാർജ് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഹിബ എത്ര തന്നെ? 1010 തന്നെ. അതിൽ ബിൽസ് റിസീവബിൾ എത്ര ഉള്ളൂ? 1000 അല്ലേ ഉള്ളൂ. 2 ക്യാഷ് എത്രയാണ്? 10 നോട്ടിംഗ് ചാർജ് നോട്ടറിക്ക് കൊടുത്തത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ കേസ് എൻഡോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ വീണ്ടും ആദില് എന്താവും? റോക്കി ബായുടെ തലവേദനയാവും അല്ലെ? ആദില് ലയബിലിറ്റി ആവും. ആര് അസറ്റ് ആവും? ഹിബ അസറ്റ് ആവും. ഓക്കെ അല്ലേ? ഹിബ അക്കൗണ്ട് ഡെപ്റ്റ് ടു ആദിൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അറിയോക്കെ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി ഹിബയുടെ ബുക്കില് റോക്കി ബായ് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഡിസോണർ ആയി കഴിഞ്ഞാൽ ഒരൊറ്റ എൻട്രി എന്തേ ഉള്ളൂ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ. ബിൽസ് പേയബിൾ ക്യാൻസൽ ആയി. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ. നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ. നോട്ടിംഗ് ചാർജ് ഉണ്ടെങ്കിൽ നോട്ടിംഗ് ചാർജിനെ ഡെബിറ്റ് ചെയ്യണം ടു റോക്കി ബായ്. റോക്കി ബായ്ക്ക് വീണ്ടും ഹിബ ലയബിൾ ആയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഹിബ ലയബിലിറ്റി ആവും. അറിയോക്കെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹിബ ലയബിലിറ്റി അല്ല, ഹിബയ്ക്ക് റോക്കി ബൈ ലയബിലിറ്റി ആവും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് എ ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രീസ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോട്ടിംഗ് ചാർജ്. ഇവിടെ പറഞ്ഞു നമ്മൾ, നോട്ടിംഗ് ചാർജ് ഒക്കെ നേരത്തെ പറഞ്ഞു. ഇനി ഡിസ്കൗണ്ട്. ഇനി വാട്ട് ഈസ് മീൻ ബൈ റിന്യൂവൽ ഓഫ് ബിൽ? എന്താണ് റിന്യൂവൽ ഓഫ് ബിൽ എന്ന് പറയുന്നത്? ബില്ല് റിന്യൂ ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബില്ല് സമയമായിട്ടും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ഹിബ റോക്കി ബായുടെ അടുത്തേക്ക് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, ബായ് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് സമയം കൂടുതൽ തരണം. ഹിബ അപേക്ഷിച്ചു. ഓക്കെ. അപ്പോ ഇവരെ കണ്ടപ്പോ പാവത്തി പുള്ളി പറഞ്ഞു 2 മാസം കൂടെ കൂടുതൽ തരാം. ഓക്കെ. റിന്യൂവൽ ഓഫ് ദ ബിൽ. ബില്ല് റിന്യൂ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? ആദ്യം ക്യാൻസൽ ചെയ്യണം. ബില്ല് ക്യാൻസൽ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ റോക്കി ബായുടെ ബുക്കിൽ എന്ത് എൻട്രി ഇടണം? ഹിബ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഹിബയുടെ ബുക്കിൽ എന്ത് എൻട്രി ഇടണം? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു റോക്കി ബായ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതിനുശേഷം റോക്കി ബായ് ചുമ്മാ ചെയ്തൊന്നും കൊടുക്കില്ല. റോക്കി ബായുടെ അടുത്ത് പറഞ്ഞു, റോക്കി ബായ് എന്തെങ്കിലും ആവട്ടെ, 500 രൂപ കൂടുതൽ തരാം, ഇൻട്രസ്റ്റ് തരാം. ഓക്കെ അല്ലേ? അപ്പോ ഹിബ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. റോക്കി ബായുടെ എന്താണത്? ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് റോക്കി ബായുടെ ഇൻകം ആണ്. ഇനി അടുത്തതോ ഹിബയുടെ ബുക്കിലോ? ഹിബയുടെ എക്സ്പെൻസ് അല്ലേ? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റോക്കി ബൈ അക്കൗണ്ട്. ഓക്കെ അല്ലേ? റോക്കി ബൈ അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം? ബാങ്കിലേക്ക് വിടാം. ബാങ്ക് വിടാം. ഇനി ബാങ്കിലേക്ക് വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത എൻട്രി ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ അല്ലേ? അപ്പോ ഹിബ 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, 500 രൂപ കൂടി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ റോക്കി ബൈക്ക് ഹിബ എത്ര കൊടുക്കാനുണ്ട്? 5500 കൊടുക്കാനുണ്ട് അല്ലേ? ഇതിൽ 2000 ഹിബ കൊടുത്തു എന്ന് വിചാരിക്കാം. 2000 അപ്പൊ തന്നെ കൊടുത്തു, പേടിച്ച് 2000 കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ റോക്കി ബായ്ക്ക് പൈസ കിട്ടി അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹിബ അല്ലേ? 2000 കിട്ടി. ബാക്കി എത്രയേ ഉള്ളൂ? 3500 അല്ലേ ഉള്ളൂ. ഇനി ഹിബയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? എന്താണ്? ടു ബാങ്ക് അല്ലേ? ആരെയാണ് ഡെബിറ്റ് ചെയ്യണ്ടേ? റോക്കി അല്ലേ? റോക്കി ബൈ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എത്ര രൂപയുണ്ട്? 3500. പുതിയ ബില്ല് ഡ്രോ ചെയ്യണം. 3500 പുതിയ ബില്ല് ഡ്രോ ചെയ്യാൻ പാടില്ലേ? എന്താണ് എൻട്രി വരാ? റോക്കി ബായുടെ അക്കൗണ്ടിൽ എന്താ എൻട്രി വരാ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഹിബ. ഓക്കെ അല്ലേ? ഹിബയുടെ ബുക്കിലോ? റോക്കി അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് പേയബിൾ. ആർ യു ഓക്കെ? ഓക്കെ ആണോ? ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് റിന്യൂവൽ ഓഫ് ബിൽ. ഓക്കെ അല്ലേ? സപ്പോസ് ഒരു ബില്ല് 1/1/2025 ഡ്യൂ ഡേറ്റ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ആ ബില്ലിന് 3 മാസം കൂടെ സമയം ചോദിച്ചു. 1/4/2025 പൈസ തരാമെന്ന് പറഞ്ഞു. 2000 രൂപയുടെ ബില്ലായിരുന്നു. 18% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. എത്ര മാസം ഇൻട്രസ്റ്റ് കൊടുക്കണം? 1 തൊട്ട് അല്ലേ? 1, 2, 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബിൽ ടു ദ നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ്. ഓക്കെ അല്ലേ? ആ ഗ്യാപ്പിലുള്ള ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. തെറ്റിച്ച് കളയരുത് കേട്ടോ, തെറ്റിച്ച് കളയരുത്. ഓക്കെ അല്ലേ? അപ്പോ ബില്ലിന് 3 മാസം എക്സ്ട്രാ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 മാസം ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ദ നെക്സ്റ്റ് കൺസെപ്റ്റ് റിട്ടയർമെന്റ് ഓഫ് ബിൽ. അടുത്ത കൺസെപ്റ്റ് എന്താണ്? റിട്ടയർമെന്റ് ഓഫ് ബിൽ. ബില്ലിന്റെ പൈസ നേരത്തെ തരുവാണ്. ഓക്കെ അല്ലേ? ഹിബയ്ക്ക് ലോട്ടറി അടിച്ചു. ഇനി അവന്റെ അടുത്ത് എനിക്കൊന്ന് ഞെളിഞ്ഞു നിന്നിട്ട് അവന് പൈസ കൊടുക്കണം. ആർക്ക്? റോക്കി ബായ്ക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് ആര് പോവാണ്? ഹിബ പോവാണ്. ഹിബ ചെന്നിട്ട് ചോദിച്ചു, 3 മാസം എന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നേ? 1 മാസമല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ഇനി എത്ര മാസം കിടക്കുന്നുണ്ട്? 2 മാസം കിടക്കുന്നുണ്ട് അല്ലേ? ആ 2 മാസം കിടക്കുന്നതിന് എനിക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് തരും എന്ന് ചോദിക്കുകയാണ്. ഹിബേനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്? ഇൻകം ആണ്. റോക്കി ബായിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്?
എക്സ്പെൻസ് ആണ്. റോക്കി ബായിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ആദ്യം ഇവിടെ ക്യാൻസലേഷൻ ഒന്നുമില്ല, ബില്ലേ ക്യാൻസൽ ചെയ്യാൻ പോവാണ് അല്ലെ, പൈസ കൊടുത്ത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? റോക്കി ബായിക്ക് പൈസ കിട്ടും. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. റോക്കി ബായുടെ നിന്ന് റോക്കി ബായി ഒരു പൈസ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് കൊടുക്കും. 500 ഡിസ്കൗണ്ട് കൊടുത്തെന്ന് വിചാരിക്കുക 5000. അപ്പൊ 4500 ക്യാഷ് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 4500, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 500, ടു ബിൽസ് റിസീവബിൾ 5000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഹിബയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 5000, ടു ബാങ്ക് 4500, ടു റിബേറ്റ് ഓർ ഡിസ്കൗണ്ട് എത്രയാണ്? 500. ഓക്കെ അല്ലേ? ഇവിടെ ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോ സപ്പോസ് 1/1/2025 ബില്ലാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? 3 മാസമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് വരിക? 1/4/2025 ഡ്യൂ ആവുള്ളൂ. ഓക്കെ അല്ലേ? 1/2/2025 ആ ബില്ലിന്റെ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? 18% ഇൻട്രസ്റ്റ് എന്നും വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എത്ര വരും? റിബേറ്റ് എത്ര വരും? 5000 ഇൻറ്റു 1/2, 1 മാസം കഴിഞ്ഞില്ലേ? ഇനി അപ്പൊ എത്ര മാസത്തെ ലാഭമുണ്ട്? 2 മാസത്തെ ഇൻറ്റു 2/12 ഇൻറ്റു 18%. ഓക്കെ അല്ലേ? 3/12 ചെയ്യരുത്, 1/12 ചെയ്യരുത്. കാരണം എന്താണ്? എത്ര മാസം നേരത്തെയാണോ കൊടുക്കുന്നത് ആ നേരത്തെ കൊടുക്കുന്ന പൈസക്കാണ് എന്ത് കിട്ടുന്നത്? റിബേറ്റ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ എത്ര മാസം നേരത്തെ കൊടുക്കുന്നത്? 2 മാസം നേരത്തെ കൊടുക്കുന്ന. 3 മാസത്തിൽ 1 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തു. അപ്പൊ എത്ര മാസം മുന്നേ കൊടുത്തു? 2 മാസം മുന്നേ കൊടുത്തു. ആ 2 മാസത്തെയാണ് എന്ത് കിട്ടുക? റിബേറ്റ് കിട്ടുക ഹിബയ്ക്ക്. ഓക്കെ, തെറ്റിച്ച് കളയരുത്. അറിയോ? ഓക്കെ, ഓക്കെ ആണോ? സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് അക്കോമഡേഷൻ ബില്ല് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എക്സാമ്പിളിൽ നെസ്റിനെ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ അത് കറുപ്പായിരുന്നു, ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുണ്ടായിരുന്നു. ഇത് നെസ്റിൻ എന്താണ് ചെയ്തു? നെസ്റിൻ ചേട്ടൻ. ഓക്കെ, നെസ്റിനും നെസ്റിന്റെ ചേട്ടനും. ഓക്കെ, അപ്പോ തുടങ്ങാം. അപ്പോ അക്കോമഡേഷൻ ബിൽ എന്താണ് അക്കോമഡേഷൻ ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാവുന്ന 2 പേര് തമ്മിൽ ആരൊക്കെയാണ്? നെസ്റിനും നെസ്റിന്റെ ചേട്ടനും. ഓക്കെ, അവർ 2 പേരും തമ്മിൽ അവർക്ക് നെസ്റിന് ഒരാവശ്യം വന്നു, പൈസക്ക് ഒരാവശ്യം വന്നു വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നെസ്റിൻ പറയാണ്, ചേട്ടാ ഞാൻ ചേട്ടന്റെ പേരിൽ എന്ത് ചെയ്യാം? ഒരു ബില്ല് ഡ്രോ ചെയ്യാം. ഞാൻ CA ഒക്കെ പഠിച്ചാണല്ലോ. അപ്പോ ഞാൻ എന്ത് ചെയ്യാം? ഒരു ബില്ല് ഡ്രോ ചെയ്യാം. ആ ബില്ല് ഞാൻ ഡ്രോ ചെയ്തിട്ട് ഞാൻ അത് ബാങ്കിൽ കൊണ്ടുപോയി മാറും. ചേട്ടനൊന്നും പേടിക്കണ്ട, ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി മാറും. എന്നിട്ട് സമയമാവുമ്പോ ഞാൻ ചേട്ടന്റെ കയ്യിലേക്ക് പൈസ തരാം. ചേട്ടൻ എന്ത് ചെയ്താൽ മതി? അത് ബാങ്കിൽ കൊണ്ടുപോയി അടച്ചാൽ മതി. പ്രശ്നവുമില്ല, ചേട്ടനും നഷ്ടമില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ അതിനാണ് സിമ്പിൾ ആയിട്ട് അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെസ്റിന് 50,000 രൂപയായിരുന്നു ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോ നെസ്റിന് 50,000 രൂപയുടെ കേസ് പറഞ്ഞപ്പോൾ അപ്പൊ ചേട്ടൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, 1,00,000 രൂപയാക്ക്, എന്നിട്ട് 50,000 എനിക്ക് എന്താട്ടെ, പ്രശ്നം തീർന്നല്ലോ. ഓക്കെ അല്ലേ? അപ്പോ നീ സമയമാകുമ്പോ എനിക്ക് എത്ര തന്നാ മതി? 50,000 തന്നാ മതി, ഞാൻ കൊണ്ടുപോയി അടച്ചോളാം എന്ന് പറയാണ്. അപ്പോ കേട്ടോളാം, ഡ്രോസ് എ ബിൽ, ഒരു 50,000 രൂപയുടെ ബില്ല് ഡ്രോ ചെയ്തു. ഓക്കെ, നെസ്റിൻ എന്ത് ചെയ്തു? ഡ്രോ ചെയ്തു. അപ്പോ നെസ്റിൻ അങ്ങനെ ഡ്രോ ചെയ്തു. 50,000 അല്ല, 1,00,000 രൂപയുടെ ബില്ല് ഡ്രോ ചെയ്തു. എന്നിട്ട് നെസ്റിൻ അത് ആരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു? ചേട്ടനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ചേട്ടാ അക്സെപ്റ്റ് അങ്ങോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ, ചേട്ടൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ചേട്ടൻ അക്സെപ്റ്റ് ചെയ്തു. നെസ്റിൻ ആ ബില്ല് കൊണ്ട് ബാങ്കിൽ പോയി. ബാങ്കുകാർ എന്ത് ചെയ്തു? 98,000 രൂപ തന്നു. ഡിസ്കൗണ്ട് എത്ര എടുത്തു? 2,000 രൂപ എടുത്തു. അപ്പൊ 1,00,000 രൂപയുടെ ബില്ല് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? 1,00,000 രൂപയുടെ ബില്ല് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് നെസ്റിൻ പറഞ്ഞു, ചേട്ടാ എന്ത് ചെയ്തു? 49,000 രൂപ ചേട്ടന് തരാം. ഓക്കെ, 1,000 രൂപ എന്തും തരാം? ഡിസ്കൗണ്ടും തരാം.
ഓക്കെ അല്ലേ? 50,000 രൂപ ചേട്ടനും കൊടുത്തു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ 49,000 തന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. 1000 രൂപ എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. എങ്ങനെ 1000 രൂപ ഡിസ്കൗണ്ട് വന്നത്? 2000 അല്ലേ മൊത്തം? ഇൻറ്റു ടോട്ടൽ ഡിസ്കൗണ്ട് ഇൻറ്റു ചേട്ടന് കൊടുത്തത് എത്രയാ? 49,000 അല്ലേ? ഡിവൈഡഡ് ബൈ മൊത്തം കിട്ടിയത് എത്രയാ? 98,000 അല്ലേ? അപ്പൊ 1000 കിട്ടിയില്ലേ? 1000 കിട്ടി. അപ്പൊ ചേട്ടന് കാൽക്കുലേറ്ററിൽ കണക്കൂട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോ സമയമാവുമ്പോ എന്ത് ചെയ്യണം? ചേട്ടൻ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കണം. സമയമാവുമ്പോ എന്ത് ചെയ്യണം? ചേട്ടൻ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കണം. ചേട്ടൻ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കണം, വേണ്ടേ? അപ്പോ സമയമാവുമ്പോ നെസ്റിന് എന്ത് ചെയ്യണം? ചേട്ടന് എത്ര രൂപ കൊടുക്കണം? 50,000 രൂപ കൊടുക്കണം. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് അക്കമഡേഷൻ ബിൽ. ഇതാണ് അക്കമഡേഷൻ ബില്ലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി രണ്ടാമത്, നെസ്റിന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല കൊടുക്കാൻ. അപ്പൊ നെസ്റിന് എന്ത് ചെയ്തു? വേണമെങ്കിൽ പറയാം, ചേട്ടാ ഒരു കാര്യം ചെയ്യും, എന്റെ പേരിൽ ഒരു ബില്ലും കൂടെ ഡ്രോ ചെയ്തു, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ആരെയും ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് അക്കമഡേഷൻ ബിൽ. ഇതാണ് അക്കമഡേഷൻ ബില്ലിന്റെ കൺസെപ്റ്റ്. ഡിസ്കൗണ്ടിങ് ചാർജസും ഷെയർ ചെയ്യണം. ഓക്കെ ആണല്ലോ? എങ്ങനെയാ ഷെയർ ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്കൗണ്ട് 2000 ആണ് ടോട്ടൽ ഡിസ്കൗണ്ട് എങ്കിൽ ഇൻറ്റു എത്രയാണോ എമൗണ്ട്, പ്രൊസീഡ്സിൽ എത്രയാണോ ഷെയർ ചെയ്യുന്നത്, പ്രൊസീഡ്സ് ഷെയർഡ് ബൈ ടോട്ടൽ റിസീവ്ഡ് ഫ്രം ബിൽ. ഓക്കെ അല്ലേ? ബില്ലിൽ നിന്ന് എത്രയാണോ കിട്ടിയത്, ടോട്ടൽ കിട്ടിയത്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്രയാണ് പ്രൊസീഡ് ഡിസ്കൗണ്ട് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് അക്കമഡേഷൻ ബിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ലെഡ്ജർ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ലെഡ്ജർ വരയ്ക്കാതെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇനി ഇവിടെ ലാസ്റ്റ് ഒരു ചെറിയ കൺസെപ്റ്റ് അവർ പറയുന്നുണ്ട്, നമ്മൾ മാറ്റി വെച്ചാൽ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഓക്കെ അല്ലേ? ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് ഏൽപ്പിക്കും, ബില്ല് ഏൽപ്പിക്കും, സമയമാവുമ്പോൾ മാറിക്കോളാൻ പറയും. ഓക്കെ, അപ്പോ ബിൽസ് ഹാൻഡഡ് ഓവർ ടു ദ ബാങ്ക്. ബാങ്ക് വിൽ കീപ് ട്രാക്ക് ഓഫ് ഡ്യൂ ഡേറ്റ്. ബാങ്ക് ഇത് കറക്റ്റ് സമയം നോക്കിയിരുന്ന് പൈസ പിടിച്ച് മേടിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ബാങ്ക് ഒരു പണി എടുക്കുന്നില്ലേ? നമ്മുടെ പണി ആരെടുക്കുക? ബാങ്ക് എടുക്കല്ലേ? അപ്പൊ ബാങ്കിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ചെറിയ ബാങ്ക് ചാർജ് കൊടുക്കണം. അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ എക്സ്പെൻസ് ആണ്. അത് വലിയ കൺസെപ്റ്റ് ഒന്നും അല്ല, വലിയ കാര്യമൊന്നും അല്ല. അതിനെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? നമ്മൾ പോയി മാറുന്നതിന് പകരം ആര് കൊണ്ടുപോയി മാറിക്കോളും? ബാങ്ക് കൊണ്ടുപോയി മാറിക്കോളും. അപ്പൊ ബാങ്കിന് ആ ചെലവ് കാശം കൊണ്ട് കൊടുക്കണം. ദാറ്റ്സ് ഓൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ വലിയ റെലവെന്റ് ഒന്നും അല്ല, വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ബിൽ സെൻഡ് ഫോർ കളക്ഷനിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളാം. 2000 രൂപയുടെ ബിൽസ് റിസീവബിള് അദീബയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? 2000 രൂപയുടെ ബിൽസ് റിസീവബിൾ അദീബയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അദീബ ആ ബില്ല് ബാങ്കിന്റെ അടുത്ത് പറഞ്ഞു, കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അദീബയുടെ നിന്ന് ആ ബിൽസ് റിസീവബിൾ പോയില്ലേ? അപ്പോ എന്താണ് എൻട്രി വരിക? ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ 2000. ഓക്കെ അല്ലേ? സമയമായപ്പോ ബാങ്ക് പൈസ മേടിച്ചു, 2000 രൂപ മേടിച്ചു. ബാങ്ക് പറഞ്ഞു 100 രൂപ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു. ബാങ്ക് അപ്പോ അദീബയ്ക്ക് എത്രയേ കൊടുക്കുള്ളൂ? 1900 അല്ലേ കൊടുക്കുള്ളൂ? 100 രൂപ അദീബയുടെ ഇന്ന് ചാർജ് പിടിച്ചില്ലേ? ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ. ആ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറയുന്ന ആ 2000 തീർന്നില്ലേ? 2000 എങ്ങനെ തീർന്ന? 1900 ക്യാഷ് കിട്ടി, 100 രൂപ എക്സ്പെൻസ് ആയി. ഓക്കെ ആണല്ലോ? ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ഇതൊന്ന് നോക്കിക്കേ. Questions. Okay. Bills payable account is a nominal account. Bills payable account nominal account ആണോ? False ആണ് അല്ലേ? False അല്ലേ? നോമിനൽ അക്കൗണ്ട് അല്ല, false ആണ്. അടുത്തത് എന്താണ്? ബിൽസ് പേയബിൾ അക്കൗണ്ട് പിന്നെ എന്ത് അക്കൗണ്ടാ? പേഴ്സണൽ ആണ്. ഓക്കെ. പ്രോമിസ് ടു പേ ഈസ് ഇൻക്ലൂഡഡ് ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ? പ്രോമിസ് ടു പേ, പൈസ തരാം എന്ന് പറയുന്നത് എവിടെയാ? പ്രോമിസറി നോട്ടിലാണ് കേട്ടോ, ഇവിടെ അല്ല. ഓക്കെ അല്ലേ? അടുത്തത് ഡേയ്സ് ഓഫ് റിബേറ്റ് ആർ ആഡഡ് ടു ദ ഡ്യൂ ഡേറ്റ് ടു അറൈവ് അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റ്.
ശരിയാണോ? ഫോൾസോ? ഡേയ്സ് ഓഫ് റിബേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഡേയ്സ് ഓഫ് റിബേറ്റ് അല്ല, എന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ് ആണ് കേട്ടോ. ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? ഡേയ്സ് ഓഫ് ഗ്രേസ് ആണ് കേട്ടോ. ആ ഇനി ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ ബിൽ ഈസ് എ ഗെയിൻ ഫോർ ദ ഡ്രോവി. ഡ്രോവിക്ക് ഗെയിൻ ആണോ അല്ലയോ റിട്ടയർമെന്റിന്റെ സമയത്ത്? അതെ അല്ലേ? റോക്കി ഭായി അടുത്ത് നേരത്തെ പൈസ കൊടുത്തപ്പോ ആർക്ക് ഗെയിൻ ആണ്? ഹിബയ്ക്ക് ഗെയിൻ ആണ്. ഓക്കെ, ട്രൂ. അടുത്തത് ഫോറിൻ ബിൽ ഈസ് ഡ്രോൺ ഇൻ ദ കൺട്രി ആൻഡ് പേയബിൾ ഔട്ട്സൈഡ് ദ കൺട്രി. ഫോറിൻ ബിൽ, ഫോറിൻ ബിൽ. ആ ഒരു ബില്ല് ഇവിടെ ഡ്രോ ചെയ്യുകയും വേറെ എവിടെയെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിനാണ് എന്ന് പറയുന്നത് ഫോറിൻ ബില്ല് എന്ന് പറയുന്നത്. പുറത്ത് ഡ്രോ ചെയ്തോട്ടെ, ഇവിടെ പൈസ കൊടുത്തു എന്നാലും കുഴപ്പമില്ല, ഡ്രോ ഇതാണ്. ഇനി പുറത്ത് ഡ്രോ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്. ഇനി ഇന്ത്യയിൽ നമ്മൾ പറയേണ്ട കേസ് ഉണ്ടോ ഫോറിൻ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പുറത്താണ് പേ ചെയ്യുന്നത്, പുറത്താണത് ഡ്രോ ചെയ്യുന്നത്, അത് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട പോലും കേസ് ഉണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ അല്ലേ? ട്രൂ. അടുത്തത് പ്രോമിസറി നോട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വേർ ദ എമൗണ്ട് ഈസ് പെയ്ഡ് ബൈ ദ മേക്കർ ഇൻ കേസ് ഓഫ് ഫോർമർ ആൻഡ് ബൈ അക്സെപ്റ്റർ ഇൻ ദ ലേറ്റർ. ട്രൂ ആണോ ഫോൾസ് ആണോ? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ടിൽ പെയ്ഡ് ബൈ ദ മേക്കർ ആണ്, മറ്റത് അക്സെപ്റ്റർ ആണ് അല്ലേ? ട്രൂ ആണ്. ഓക്കെ അല്ലേ? അടുത്തത് എ ഹാസ് ഡ്രോൺ എ ബിൽ ഓൺ ബി. എ ബിക്ക് ബില്ല് ഡ്രോ ചെയ്തു. ബി അക്സെപ്റ്റ് ദ സെയിം ആൻഡ് എൻഡോസസ് ദ ബിൽ ടു സി. ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്കാണ് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? സിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഡ്രോയ്ക്ക് ആ ബില്ല് ചുമ്മാ തോന്നണ മാതിരി എറിഞ്ഞു കളിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. ഫോൾസ് ആണ്. ഓക്കെ അല്ലേ? എ ബിൽ ഗിവൺ ടു എ ക്രെഡിറ്റർ ഈസ് കോൾഡ് ബിൽസ് പേയബിൾ. ഒരു ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന ബില്ലിനാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. ആണോ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾ, അയാൾ കൊടുക്കുന്ന ബില്ലിനാണ് ബിൽസ് പേയബിൾ. ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്, പകരം എന്ത് വരും? ബിൽസ് പേയബിൾ ലയബിലിറ്റി ആവും. ട്രൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് എ പ്രോമിസറി നോട്ട് ക്യാൻ ബി മെയ്ഡ് പേയബിൾ ടു ദ ബെയറർ. ഫോൾസ്. പ്രോമിസറി നോട്ട് ബെയറർക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോ ക്യാൻസലേഷൻ എൻട്രി ഈസ് റിക്വയർഡ് വെൻ ബിൽ ഈസ് റിന്യൂഡ്. ഫോൾസ്. റിന്യൂ ചെയ്യാൻ നേരത്തെ ആദ്യം ഇടേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്താണ്? ക്യാൻസലേഷൻ എൻട്രി ആണ്. ഓക്കെ അല്ലേ? പ്രോമിസറി നോട്ട് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു ദ ബെയറർ. They cannot be made payable to the. ആദ്യത്തതൊന്ന് വായിച്ചേ. ക്യാൻ. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. ഓക്കെ, സോറി. അടുത്തത് വായിച്ചേ. കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു ദ ബെയറർ. ട്രൂ ആണ്. ഓക്കെ അല്ലേ? 3:30 അതിന്റെ കേട്ടോ, റിലേ പോയി തുടങ്ങി. അടുത്തത് ക്യാൻസലിംഗ് ഓൾഡ് ബിൽ ആൻഡ് ഡ്രോവിംഗ് ന്യൂ ബിൽ ഈസ് കോൾഡ് റിന്യൂവൽ ഓഫ് ബിൽ. ഓർ എ ക്യാൻസലേഷൻ എൻട്രി ഈസ് റിക്വയർഡ് വെൻ ബിൽ ഈസ് റിന്യൂവഡ്. ട്രൂ അല്ലേ? ട്രൂ അല്ലേ? അടുത്ത് നോക്കിക്കേ. എ ബിൽ ഗിവൺ ടു എ ക്രെഡിറ്റർ ഈസ് കോൾഡ് ബിൽസ് റിസീവബിൾ. ഫോൾസ്. അതിനെ ബിൽസ് പേയബിൾ എന്നാ പറയാ. ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ ബിൽ ഈസ് എ ഗെയിൻ ഫോർ ദ ഡ്രോവർ. ഡ്രോയർക്ക് ഗെയിൻ ആണോ? അല്ല, ഫോൾസ്. ഡ്രോയിക്കാണ് ഗെയിൻ. ബില്ല് റിട്ടയർ ആവുമ്പോൾ ആർക്കാ ലാഭം? പൈസ കൊടുക്കാനുള്ള ആൾക്കാണ്, ഡ്രോയിക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ. റെഫ്യൂസൽ ബൈ അക്സെപ്റ്റർ ടു മേക്ക് പേയ്മെന്റ് ഓഫ് ദ ബിൽ ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ് ഈസ് കോൾഡ് റിട്ടയർമെന്റ് ഓഫ് ദ ബിൽ. ആണോ? അല്ല, അതിനെന്തെന്നാ പറയാ? ഡിസോണർ ഓഫ് ദ ബിൽ എന്നാ പറയാ. റിട്ടയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്യൂ ഡേറ്റിന് മുന്നേ പൈസ കൊടുക്കുന്നതിനാ പറയാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫോൾസ്. അടുത്തത് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ കണ്ടീഷണൽ ഓർഡർ ഇൻ റൈറ്റിംഗ്. കണ്ടീഷണൽ ഓർഡർ ആണോ? ആണോ? അല്ല, അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ഓക്കെ അല്ലേ? ഫോൾസ്. അടുത്തത് എ പ്രോമിസറി നോട്ട് റിക്വയർസ് അക്സെപ്റ്റൻസ്. വേണോ? വേണ്ട. ഞാൻ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാ പൈസ തന്നേക്കാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇനി ആര് അക്സെപ്റ്റ് ചെയ്യാനാ? അല്ലേ? ഫോൾസ്. അടുത്തത് അറ്റ് ദ ടൈം ഓഫ് ദ റിന്യൂവൽ ഓഫ് എ ബിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയിങ്. ഡ്രോയുടെ ബുക്കിൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. ശരിയാണോ? ഡ്രോയുടെ എക്സ്പെൻസ് അല്ലേ റിന്യൂവലിന്റെ സമയത്ത്? എന്താണ്?
ട്രൂ ആണ്. ഓക്കെ അല്ലേ? ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദ ഡ്രോയർ ആൻഡ് ദ പേയി മേ നോട്ട് ബി ദ സെയിം പേഴ്സൺ, ബട്ട് ഇൻ കേസ് ഓഫ് എ പ്രോമിസറി നോട്ട് ദ മേക്കർ ആൻഡ് ദ പേയി മേ ബി ദ സെയിം പേഴ്സൺ. ട്രൂ ആണോ ഫാൾസ് ആണോ? മേക്കറും പേയും സെയിം പേഴ്സൺ ആവോ? ആവോ? മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസറി നോട്ടിൽ മേക്കർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഓക്കെ, പേയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള ആള്, പൈസ കിട്ടാനുള്ള ആള്, ഞാനും കിട്ടാനുള്ള ആളും സെയിം ആവോ? ഇല്ല, ഫോൾസ് ആണ് കേട്ടോ, ഫോൾസ് ആണ്. ഓക്കെ, ചുമ്മാ എടുത്തിയാടി എഴുതി വെക്കരുത് കേട്ടോ. അടുത്തത്, there are always two parties to the bill of exchange. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ടു പാർട്ടീസ് ഉണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണോ ട്രൂ ആണോ? എത്ര പാർട്ടീസ് ഉണ്ട്? എത്ര പാർട്ടീസ് ഉണ്ട്? ഡ്രോയർ, ഡ്രോയി, പേയി, 3 പേരില്ലേ? ഫോൾസ് ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? So that is all about the true and false. അടുത്തത്, on 1st Jan 2023 Ankita sells goods for 5 lakh to Bhavika and draws a bill at 3 months for the amount. Bhavika accepts it and return it to Ankita. ഓക്കെ അല്ലേ? അപ്പോ 1st ജാനുവരിയിലാണ്. On 4th March 2023 Bhavika retires his acceptance under rebate of 12% per annum. ഓക്കെ അല്ലേ? 12% per annത്തിൽ എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോ ജേണൽ എൻട്രീസ് എഴുതണം. ആദ്യം ഫസ്റ്റ് എൻട്രി എന്താണ്? അൻകിതയുടെ ബുക്കിൽ നമുക്ക് എഴുതാം. അൻകിതയല്ലേ ഗുഡ്സ് സെല് ചെയ്തേ? അപ്പോ ആർക്ക് അൻകിത കൊടുത്തത്? ഭവികയ്ക്കല്ലേ? ഫസ്റ്റ് എൻട്രി എന്താണ്? ഭവിക അക്കൗണ്ട് ടു സെയിൽസ്. ഓക്കെ അല്ലേ? ഇനി അൻകിതയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? പർച്ചേസ് അക്കൗണ്ട് ടു അൻകിത. ഓക്കെ അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ടു അൻകിത. ഓക്കെ അല്ലേ? ഇനി അടുത്ത എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ ഡ്രോ ചെയ്യണം. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ എൻട്രി എന്താണ്? ഫസ്റ്റത്തെ ആളുടെ ബുക്കിൽ, അൻകിതയുടെ ബുക്കിൽ എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു ഭവിക. ഓക്കെ അല്ലേ? മറ്റേ ആളുടെ ബുക്കിലോ അൻകിത അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ. ഓക്കെ അല്ലേ? തീർന്നു, ബില്ല് ഡ്രോ ചെയ്തു. ഇനി സമയമാവുന്നവരെ കാത്തിരുന്നില്ല. ആര് പൈസയും കൊണ്ട് ചെന്നു? ഭവിക പൈസയും കൊണ്ട് ചെന്നു. എത്ര മാസം കഴിഞ്ഞിട്ടാ പൈസയും കൊണ്ട് ചെന്നേ? 1st ജനുവരിയിലല്ലേ? 4th മാർച്ചിൽ 2 മാസം കഴിഞ്ഞപ്പോ പൈസയും കൊണ്ട് ചെന്നു. അപ്പോ എത്ര മാസം മുന്നേ ചെന്നു? 1 മാസം മുന്നേ. 3 മാസത്തിൽ 2 മാസം കഴിഞ്ഞപ്പോ, അതായത് 1 മാസം മുന്നേ ചെന്നു. അപ്പോ 5 ലക്ഷം രൂപയുടെ 18% ഇൻറ്റു 1/12, അല്ല 12% ഇൻറ്റു 1/12 എത്ര വരും? 5000 ആണോ? 5000 വരും. ഓക്കെ അല്ലേ? 5000 കുറച്ച് കൊടുത്താൽ മതി. ആര്? ഭവിക, അൻകിതയ്ക്ക്. അപ്പൊ അൻകിതയ്ക്ക് പൈസ കിട്ടുമ്പോൾ എത്ര കിട്ടുള്ളൂ? 4,95,000 കിട്ടുള്ളൂ. എന്താ ജേണൽ എൻട്രി വരാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 4,95,000. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ബിൽസ് റിസീവബിൾ 5 lakh. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മറ്റേ ആളുടെ ബുക്കിൽ, ഭവികയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 5 lakh ടു ബാങ്ക് 4,95,000 ടു റിബേറ്റ് 5,000. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിത ഓവ്ഡ് 1 lakh ടു സിരിമാൻ. ഓക്കെ അല്ലേ? റിത ആരെയിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു? സിരിമാന്റെ 1 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. On 1st October 2023 റിത accepted a bill drawn by സിരിമാൻ for the amount of 3 months. ഓക്കെ അല്ലേ? 1st ഒക്ടോബറിൽ എന്ത് ചെയ്തു? ബില്ല് ഡ്രോ ചെയ്തു. സിരിമാൻ got the bill discounted with his bank on 99,000 on 3rd October. Before the due date, Rida approached Siriman for renewal of the bill. Siriman agreed the conditions that 50,000 to be paid immediately. 50,000 is to be paid immediately, together with the interest on new bill. Interest on remaining amount for 12% per annum for 3 months and for the balance. Rida should accept a new bill at 3 months.
These arrangements were carried out, but afterwards Rida became insolvent and 40% of the amount would be recovered from his estate. Okay അല്ലേ? ആരുടെ ബുക്കിൽ എഴുതേണ്ടത്? സിരിമന്റെ ബുക്കിൽ വിത്ത് നറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിത്ത് നറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ സാധനം ചുമ്മാ അങ്ങോട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. എന്താ നറേഷൻ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് ഡ്രോൺ, ക്യാഷ് പെയ്ഡ്, ഓക്കെ, അങ്ങനെ ചുമ്മാ അത് എന്താണോ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം, ഇതിന്റെ എൻട്രി നോക്കാം. സിരിമന്റെ ബുക്കിൽ എൻട്രി എഴുതാം. ആദ്യം സിരിമൻ ആരുടെ പേരിൽ ബില്ല് ഡ്രോ ചെയ്തു? റിതയുടെ പേരിൽ. ഫസ്റ്റ് എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിത. ഓക്കെ അല്ലേ? 1st ഒക്ടോബറിൽ. ഓക്കെ അല്ലേ? ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും ഒന്ന് ക്യോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. മാർക്ക് പോവൊന്നുമില്ല. ഇനി ഒറ്റ മാർക്കും കളയണ്ടല്ലോ, അരമാർക്ക് പോലും കളയണ്ടല്ലോ. എവറി മാർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഡേറ്റും ഒന്ന് ക്യോട്ട് ചെയ്തോളാം. 1st ഒക്ടോബറിൽ എഴുതി. ഓക്കെ അല്ലേ? ഇനി 3rd ഒക്ടോബറിൽ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ചെയ്തു. ഓക്കെ അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3rd ഒക്ടോബറിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 99,000, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 1,000 ടു ബിൽസ് റിസീവബിൾ 1 lakh. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ബിഫോർ ദ ഡ്യൂ ഡേറ്റ് റിത അപ്രോച്ച്ഡ് സിരിമൻ ഫോർ റിന്യൂവൽ ഓഫ് ദ ബിൽ. റിത ആരെ സമീപിച്ചു? സിരിമനെ സമീപിച്ചു. ഓക്കെ അല്ലേ? അപ്പോ സിരിമൻ എഗ്രീഡ് ദാറ്റ് ദ കണ്ടീഷൻ ദാറ്റ് 50,000 to be paid immediately together with interest on the remaining amount 12% per annum for 3 months. ഓക്കെ അല്ലേ? 50,000 തരണം, ഇൻട്രസ്റ്റും തരണം. അപ്പോ 50,000 ബാലൻസ് ഉള്ള 50,000 അല്ലേ ഇൻട്രസ്റ്റ് വരാം, ഇൻറ്റു 12% ഇൻറ്റു 3/12 എത്ര വരും? 1,500 അല്ലെ? അപ്പൊ എത്ര രൂപ ആദ്യം സിരിമൻ തന്നെ? 50,000 ഈ 1,500 തരണ്ടേ? അപ്പൊ 1,500 ആദ്യം ഇൻട്രസ്റ്റ് എൻട്രി ഇടണ്ടേ? സിരിമന്റെ ബുക്കില് റിതയുടെ ഇൻട്രസ്റ്റ് എൻട്രി ഇടണ്ടേ? അപ്പൊ എന്താണ്? റിത അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 1,500. ഓക്കെ അല്ലേ? ഇനി അത് മാത്രമല്ല, ബില്ല് ക്യാൻസൽ ചെയ്യണ്ടേ? ഇപ്പൊ ബില്ല് നമ്മുടെ കയ്യിൽ ഉണ്ടോ? ബില്ല് നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ എങ്ങനെ ബില്ല് ക്യാൻസൽ ചെയ്യാം? ബാങ്കിന് പൈസ കൊടുക്കണം. ബാങ്കിന് ആര് പൈസ കൊടുക്കണം? സിരിമൻ പൈസ കൊടുക്കണം. അപ്പൊ എന്താ എൻട്രി വരാ? റിത അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് 50,000 അല്ല 1 lakh വരും. ഓക്കെ അല്ലേ? 1 lakh വരും. ഓക്കെ, എഴുതണ്ടോ? എഴുതാം നമുക്ക്. ഫസ്റ്റ് എൻട്രി എന്താ? റിതയുടെ പേരിൽ സിരിമൻ ബില്ല് ഡ്രോ ചെയ്തു. എന്താണ് എൻട്രി വരാ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിത അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ജേണൽ എൻട്രീസ് എങ്ങനെ വരും നോക്കാം. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിത, ബില്ല് ഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? ബില്ല് ഡ്രോ ചെയ്തു. അതിനുശേഷം ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത് എന്ത് ചെയ്തു? ആ ബില്ല് സമയമായപ്പോൾ പൈസ കൊടുത്തില്ല. അപ്പൊ ബാങ്കിന് ആര് പൈസ കൊടുക്കണം? സിരിമൻ പൈസ കൊടുക്കണം. ആർക്ക് വേണ്ടി കൊടുക്കണം? റിതയ്ക്ക് വേണ്ടി. ഡിസോണറിന്റെ എൻട്രി അല്ലെങ്കിൽ ബില്ല് ക്യാൻസലിന്റെ എൻട്രി ഇട്ടു. എന്താണ്? റിത അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാന്നാ പറഞ്ഞത്? 50,000 ഇപ്പൊ തന്നെ കൊടുക്കും. ബാക്കിയുള്ള 50,000ന്റെ 3 months ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പോ 5 lakh ഇൻറ്റു 5 lakh അല്ലോ, 50,000 ഇൻറ്റു 12%. 12% ഇൻറ്റു 3/12 1,500 രൂപ ഇൻട്രസ്റ്റ് എൻട്രി ഇടണം. ഇൻട്രസ്റ്റ് ലാഭമാണ് സിരിമന്റെ ഇൻകം ആണ്. റിത അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? 1,500 ഇട്ടു. ഇനി ബാങ്കിലേക്ക് പൈസ കിട്ടും സിരിമന്. ആര് കൊടുക്കും? റിത കൊടുക്കും. എത്ര രൂപ കൊടുക്കും? 50,000 രൂപ ക്യാഷ്. 50,000 രൂപ കൊടുക്കാനുള്ളതും 1,500 ഇൻട്രസ്റ്റും 51,500 ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിത. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പുതിയ ബില്ല് ഡ്രോ ചെയ്തു. എത്ര രൂപ ഇനി പുതിയ ബില്ലുണ്ട്? മൊത്തം റിത എത്ര രൂപ കൊടുക്കാനുണ്ടായിരുന്നു? 1,00,000 രൂപ ഉണ്ടായിരുന്നു. 1,500 ഉണ്ടായിരുന്നു. 1,01,500 ഉണ്ടായിരുന്നു. അതിൽ 51,500 കൊടുത്തു. ബാലൻസ് എത്രയാണ്? 50,000 രൂപയുടെ ബില്ലാണുള്ളത്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിത. ഓക്കെ ആണോ? അടുത്തത് റിത സമയമായി, ഇൻസോൾവെന്റ് ആയി, ബില്ല് ഡിസോണർ ആയില്ലേ? ഡിസോണർ ആയി എൻട്രി എന്താണ്? റിത അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? റിത അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ ഇൻസോൾവെന്റ് ആയി. ഇനി അടുത്ത എന്താണ്?
ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 40% കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 40% എത്രയാണ് 20,000. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 30,000. ടു റിത 50,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 10 മാർക്കിന് ചോദിക്കും. ഓക്കെ അല്ലേ? പോരെ? 8 ജേണൽ എൻട്രീസ് ഉണ്ട്. ഈ എൻട്രി നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. ഈ എൻട്രി നിങ്ങൾ ഡയറക്റ്റ് എഴുതരുത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് ഡയറക്റ്റ് എഴുതരുത് കേട്ടോ. ബില്ല് ഇൻസോൾവെന്റ് ആവുന്ന മൊമെന്റിൽ തന്നെ എന്താവും? ക്യാൻസൽ ആവും. ക്യാൻസൽ ആവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു. എയുടെ ബുക്കിൽ എൻട്രി എഴുതാം. ഓക്കെ അല്ലേ? 10,000 രൂപയുടെ ബില്ല് ആദ്യം ഡ്രോ ചെയ്തു. അത് എ കൊണ്ടുപോയി 9,800 മാറി. സമയമായപ്പോ ആര് വന്നു? ബി വന്നിട്ട് പറഞ്ഞു ബി വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോ എ പറഞ്ഞു 2,000 രൂപ ഇപ്പൊ തരുവും വേണം, ഇൻട്രസ്റ്റും തരണം അടുത്ത 3 മാസത്തേക്ക്. ബാലൻസ് ഉള്ള പൈസക്ക്. ബാലൻസ് ഉള്ള പൈസ എത്രയാ? 8,000 അല്ലേ? 8,000 അല്ലേ? അപ്പൊ ഇൻട്രസ്റ്റ് എത്ര വരും? 8,000 ഇൻറ്റു 12% ഇൻറ്റു 3/12 എത്ര വരും? 2,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. ബാലൻസ് എത്ര ഉണ്ട്? 10,000-ൽ 8,000 അല്ലേ? എത്ര വരും? 240 വരും. ഓക്കെ അല്ലേ? അപ്പൊ എത്ര എക്ക് ബി കൊടുക്കണം? ആദ്യം 2,240 രൂപ കൊടുക്കണം. ഓക്കെ അല്ലേ? 2,000 കൊടുക്കണം, ഇൻട്രസ്റ്റും കൊടുക്കണം. ടുഗദർ എലോങ് വിത്ത് ഇൻട്രസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി 3 മന്ത്സിലേക്ക് പുതിയ ബില്ല് ഡ്രോ ചെയ്തു. ബാക്കിയുള്ള 8,000-ന് 3 മന്ത്സിലേക്ക് പുതിയ ബില്ല് ഡ്രോ ചെയ്തു. സമയമായപ്പോ വീണ്ടും ഇൻസോൾവെന്റ് ആയി. അയാൾ ഇൻസോൾവെന്റ് ആയി. 40% കിട്ടുള്ളൂ. 40% കിട്ടുള്ളൂ. നമുക്ക് നോക്കാം, നമുക്ക് ഓടിച്ചു നോക്കാം. ഇത് നിങ്ങൾ ഇനി ചെയ്യേണ്ട കേസൊന്നുമില്ല. നമുക്ക് എൻട്രീസ് നോക്കാം. നോക്കിക്കേ. 1/8/2023 ബിൽസ് റിസീവബിൾ ടു ബി. ഓക്കെ അല്ലേ? 10,000. ഓക്കെ അല്ലേ? റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ബാങ്കിൽ 9,800 കിട്ടി, 200 ഡിസ്കൗണ്ട് പോയി, 10,000 രൂപയുടെ ബിൽസ് റിസീവബിൾ കൊടുത്തു. ഓക്കെ അല്ലേ? അടുത്ത എൻട്രി എന്താ? ബി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ അല്ലേ? ബിയുടെ റിന്യൂവലിന് വന്നപ്പോ എന്ത് ചെയ്തു? ബി കൊടുക്കാനുള്ള പൈസ ബാങ്കിലേക്ക് കൊടുത്തു അല്ലേ? ബില്ല് റിന്യൂ ചെയ്യാൻ വന്നപ്പോൾ ക്യാൻസൽ ചെയ്തു, അത് ബാങ്കിലേക്ക് കൊടുത്തു. ഇനി ബി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് 240 രൂപ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി ബി പൈസ കൊടുക്കുവാണ്. എത്ര രൂപ കൊടുക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി എത്രയാണ്? 2,240. അടുത്ത എൻട്രി നമ്മൾ എഴുതി. പുതിയ ബില്ല് ഡ്രോ ചെയ്യാണ്. എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി 8,000. ബാലൻസ് എത്രയാണ്? 8,000 രൂപയിലെ കൊടുക്കാനുള്ളത്. 8,000 രൂപയ്ക്ക് പുതിയ ബില്ല് ഡ്രോ ചെയ്തു. ഇത് 2 എൻട്രി ആയിട്ട് കാണിച്ചു കേട്ടോ. 2 എൻട്രി ആയിട്ട് കാണിച്ചു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി ഫസ്റ്റ് എൻട്രി 2,240. അടുത്ത എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി 8,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ബി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. വീണ്ടും ബില്ല് ഡിസോണർ ആയി. കാരണം എന്താ? അയാൾ ഇൻസോൾവെന്റ് ആയി. ഇനി അടുത്തത് എന്താ? ഇൻസോൾവെന്റ് ആയപ്പോ 40% ഓഫ് 8,000. 8,000-ന്റെ 40% 3,200 രൂപ ബാങ്കിൽ കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 4,800 ടു ബി 8,000. ഓക്കെ ആണ്? ഓക്കെ ആണ്? സോ ഇത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓൺ 1st Jan 2023 അക്ഷയുടെ ബുക്കിലാണ് കേട്ടോ എൻട്രി എഴുതണ്ടേ. നമുക്ക് എഴുതി പോവാം, അല്ലെങ്കിൽ പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് Jan 2023 അക്ഷയ് ഡ്രോസ് 2 ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ 16,000 ആൻഡ് 25,000. ഓക്കെ അല്ലേ? എന്താണ് എൻട്രി വരിക? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 16,000, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 25,000 ടു വിശാൽ ടു പേരുണ്ടാവും. ടു വിശാൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ടു വിശാൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോ തീർന്നു. ഇനി അടുത്തത് 3 മന്തും 2 മന്തും ആണ് കേട്ടോ. ഓൺ 4th March 2023 വിശാൽ റിക്വസ്റ്റ് അക്ഷയ് ടു റിന്യൂ ദ ഫസ്റ്റ് ബിൽ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 15% പെർ ആണ് ഫോർ പീരീഡ് ഓഫ് 2 months. ഓക്കെ അല്ലേ? 4th March ഫസ്റ്റ് ബില്ല് 2 മാസത്തേക്കല്ലായിരുന്നോ? 16,000 ബില്ല് 2 മാസത്തേക്കല്ലായിരുന്നോ? അല്ലേ? ആ ബില്ല് റിന്യൂ ചെയ്യാൻ പറഞ്ഞു. റിന്യൂ ചെയ്യാൻ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. എന്താ എൻട്രി വരാ? വിശാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ 16,000 വരും. ഓക്കെ അല്ലേ? അതിനുശേഷം അതിനെ 15% ഇൻട്രസ്റ്റും കൊടുക്കാം എന്ന് പറഞ്ഞു. 16,000 ഇൻറ്റു 15% ഇൻറ്റു 2/12 എത്ര വരും? എത്ര?
400 വരും. അപ്പൊ പുതിയ ബില്ല് എത്രയാ? 16,400 അല്ലേ? 16,400 ആണ് പുതിയ ബില്ല്. ഓക്കെ അല്ലേ? അപ്പോ പുതിയ ബില്ല് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു വിശാൽ 16,400. അതിന് മുന്നേ ഇൻട്രസ്റ്റിന്റെ എൻട്രി ഇടണം അല്ലെ? വിശാൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 400. ഓക്കെ, അതിനുശേഷം പുതിയ ബില്ലിന്റെ എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു വിശാൽ അക്കൗണ്ട്. ഓക്കെ ആണോ? അടുത്തത് അക്ഷയ് agreed to his proposal on 25th March 2023. Vishal retires the acceptance of 25,000. The interest discount being 250. ഓക്കെ അല്ലേ? 25,000 ബില്ല് 25 മാർച്ചിൽ റിട്ടയർ ചെയ്തു. അപ്പൊ എന്താണ്? അക്ഷയ്ക്ക് പൈസ കിട്ടും അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 24,750. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 250 ടു ബിൽസ് റിസീവബിൾ 25,000. ഓക്കെ അല്ലേ? ഇനി ദ ഇൻട്രസ്റ്റ് അത് ചെയ്തു. ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ റിന്യൂഡ് ബിൽ വിശാൽ ബിക്കംസ് ഇൻസോൾവെന്റ് ആൻഡ് ഓൺലി 50 പൈസ ഇൻ എ റുപ്പി കുഡ് ബി റിക്കവേർഡ് ഫ്രം ഹിസ് എസ്റ്റേറ്റ്. 16,400 രൂപ തരാനില്ലായിരുന്നോ? അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഇൻസോൾവെന്റ് ആയി. അപ്പൊ ബില്ല് ഡിസോണർ ആയില്ലേ? ഫസ്റ്റ് എൻട്രി എന്തിടണം? വിശാൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ 16,400. ഓക്കെ അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 16,400ന്റെ 50 പൈസ അല്ലേ? 50% കിട്ടുന്ന അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനാണ് 8,200. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 8,200. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 8,200 ടു വിശാൽ 16,400. ഓക്കെ ആണോ? Illustration 6. So let's look. Miss Sujata receives 2 bills from Miss Aruna dated 1st January for 2 months. The first bill is for 10,200 and second bill for 15,000. The first bill is discounted immediately with the bank for 10,000 and the second bill was endorsed in favor of Mr. Shri on 3rd January. Pass the necessary journal entries in the books of Sujata. Simple അല്ലേ? ലാസ്റ്റ് ജേണൽ എൻട്രി എൻഡോസ് ചെയ്യുന്ന ജേണൽ എൻട്രി മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ? എൻഡോസ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താ? ശ്രീ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? സെക്കൻഡ് ബില്ല് എത്രയായിരുന്നു? 15,000. ഓക്കെ അല്ലേ? അത് മാത്രം പറഞ്ഞാൽ മതി. 7th ഇല്ലസ്ട്രേഷൻ. 7th നോക്കിക്കേ. കാർത്തിക് അക്സെപ്റ്റഡ് എ ബിൽ ഓഫ് ബാലു. കാർത്തിക് ബില്ല് അക്സെപ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ കാർത്തിക്കിന്റെ എന്താ അത്? ബിൽസ് പേയബിൾ അല്ലേ? for 3,500 discharged by a cash payment of 1,500 and a new bill for the balance plus 75 for interest. ഓക്കെ അല്ലേ? കാർത്തികിന്റെ ബിൽസ് പേയബിൾ ആണ്. ആ ബിൽസ് പേയബിൾ റിന്യൂ ചെയ്യുന്ന കാര്യം പറയുന്നത് അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാലു. ഓക്കെ അല്ലേ? എത്രയാണ്? 3,500. ഓക്കെ അല്ലേ? അപ്പൊ ബാലുവിന് എത്ര കൊടുക്കാനുണ്ടാവും? 3,500 കൊടുക്കാനില്ലേ? അല്ലേ? ഇനി അടുത്തത് എന്താ? ഇൻട്രസ്റ്റ് കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം? 75 അല്ലേ? എന്താണ് എൻട്രി വരിക? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാലു 75. ഓക്കെ അല്ലേ? അപ്പൊ ബാലുവിന് എത്ര കൊടുക്കാനുണ്ട്? 3,500 കൊടുക്കാനുണ്ട്, 75 കൊടുക്കാനുണ്ട്. 3,575 കൊടുക്കാനുണ്ടാവും. ഓക്കെ ആണോ? ഇനി 1,500 രൂപ ക്യാഷ് കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. 1,500 ക്യാഷ് കൊടുത്തു. അപ്പൊ എന്താ എൻട്രി വരാ? ബാലു അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് 1,500. ഇവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്? പുതിയ ബില്ലിന്റെ കൂടെ കൂട്ടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പുതിയ ബില്ല് എത്രയായിരിക്കും? 3,575 നിന്ന് 1,500 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 2,075 പുതിയ ബില്ല്. ഓക്കെ അല്ലേ? ബിൽസ് എന്താണ്? ബാലു അക്കൗണ്ട് ഡെപ്റ്റ് ടു ബിൽസ് പേയബിൾ 2,075. ഓക്കെ അല്ലേ? ഫസ്റ്റ് കാര്യം ഓക്കെ അല്ലേ? രണ്ടാമത്തത് നോക്കിക്കേ. രണ്ടാമത്തത് Gopal's acceptance for 4,500 which was endorsed by Karthik to Mohan was dishonored. Mohan paid 50 as noting charges. Bill was withdrawn against check. ഓക്കെ അല്ലേ? എന്താ പറയുന്നത്? ഗോപാൽസ് അക്സെപ്റ്റൻസ്. ഗോപാല് അക്സെപ്റ്റ് ചെയ്ത് തന്ന 4,500 അത് കാർത്തിക് എന്ത് ചെയ്തു? എൻഡോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അത് ഡിസോണർ ആയി. അപ്പൊ എന്ത് പറ്റി? മോഹനല്ലേ ഡിസോണർ ആയത്? അല്ലെങ്കിൽ മോഹൻ ഇനി പൈസ കൊടുക്കണ്ടേ? ആര്? കാർത്തിക് കൊടുക്കണം. ഓക്കെ അല്ലേ? ആ പൈസ ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്?
ഗോപാലിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. എന്താ എൻട്രി വരിക? എൻഡോസ്ഡ് ബില്ല് ഡിസോണർ ആവുമ്പോ എന്താ എൻട്രി വരിക? ആ മോഹൻ അക്കൗണ്ട് അല്ല ഗോപാൽ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര വരും? 4500 വരും, 50 വരും. 4550 ഗോപാൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ 4550. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ബിൽ വാസ് വിഡ്രോൺ അഗെയിൻസ്റ്റ് ചെക്ക്. ഓക്കെ അല്ലേ? ബില്ല് വിഡ്രോൺ ചെയ്തു, ചെക്ക് കൊടുത്ത്. B7 ഇല്ലസ്ട്രേഷൻ എത്രയായിരുന്നു? 7 അല്ലേ? 7B. ബില്ല് മോഹന് പൈസ കൊടുത്തു. മോഹൻ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. മോഹന് എന്ത് ചെയ്തു? പൈസ കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചോളാം. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ചെറിയ കാര്യം പറയാം. ബില്ല് വാസ് വിഡ്രോൺ അഗെയിൻസ്റ്റ് ചെക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. ബില്ല് വിഡ്രോ ചെയ്തു ചെക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോ ബില്ല് വിഡ്രോൺ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ചെക്ക് കൊടുത്തു. ഓക്കെ, അപ്പോ ടു ബാങ്ക് ആണ്. ആർക്കാ പൈസ കൊടുക്കാനുണ്ടായിരുന്നേ? മോഹനല്ലേ പൈസ കൊടുക്കാനുണ്ടായിരുന്നത്? മോഹന് പൈസ കൊടുത്തു. ഓക്കെ അല്ലേ? അഗെയിൻസ്റ്റ് ചെക്ക്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദോഷി റിട്ടയേഴ്സ് എ ബിൽ ഫോർ 2500 ഡ്രോൺ ഓൺ ഹിം ബൈ കാർത്തിക് ഫോർ 25 ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ദോഷിയുടെ നമുക്ക് പൈസ കിട്ടും. ആർക്ക്? കാർത്തികിന്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 2500. 25 കുറച്ചല്ലേ കിട്ടുള്ളൂ. 2475. 25 എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 25 ടു ബിൽസ് റിസീവബിൾ എത്രയാണ്? 2500. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. അടുത്തത് കാർത്തിക്സ് അക്സെപ്റ്റൻസ് ടു പ്രേം ഫോർ 6500. ഓക്കെ, കാർത്തിക് അക്സെപ്റ്റ് ചെയ്ത സാധനം ബിൽസ് പേയബിൾ ആണ്. ഡിസ്ചാർജ്ഡ് ബൈ അശോക്സ് അക്സെപ്റ്റൻസ് ടു കാർത്തിക് ഫോർ എ സിമിലർ എമൗണ്ട്. അത് എന്ത് ചെയ്തു? അശോക് തന്ന ബില്ലുമായിട്ട് എന്ത് ചെയ്തു? ഡിസ്ചാർജ് ചെയ്തു. ഓക്കെ അല്ലേ? എന്താണ്? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ ആണോ? അറിയോക്കെ? ഓക്കെ ആണോ? ബിൽസ് പേയബിൾ കൊടുക്കാനുണ്ടായിരുന്നു 6500. അതിനെ എന്ത് ചെയ്തു? ഡിസ്ചാർജ് ചെയ്തു. അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പൊ ബിൽസ് പേയബിൾ ഡെബിറ്റ് ചെയ്തു. എങ്ങനെയാണ്? ആര് തന്ന ബില്ല്? അശോക് തന്ന ബില്ല്. ഓക്കെ അല്ലേ? ആ ബില്ല് വെച്ച് ആ ബില്ലിനെ കൊടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. 8th question. A draws on B a bill for 45,000 on 1st June 2023 for 3 months. B accepts the bill and sends it to A, who discounted it for 44,100. A immediately remits 14,700 to B. Okay, on the due date, A, being unable to remit the amount due, accepts a bill for 63,000. Accommodation bill ആണ് അല്ലേ? അപ്പൊ നമുക്ക് അക്കോമഡേഷൻ ബില്ലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എടുത്തോ. സോ അക്കോമഡേഷൻ ബില്ലിന്റെ ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ. എ ഡ്രോസ് ഓൺ ബി എ ബിൽ ഓഫ് 45,000. ബില്ല് 45,000 ബില്ല് ഡ്രോ ചെയ്തു. എ ബി ഡ്രോയർ ആണ്, ഡ്രോയി ആണ്. 45,000 ബില്ല് ഡ്രോ ചെയ്തു. എ ആ ബില്ല് കൊണ്ട് ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് ചെയ്തു 44,100. ഓക്കെ അല്ലേ? അപ്പോ എ ബാങ്കിൽ പോയി, ബാങ്കിൽ ചെന്നു, ഡിസ്കൗണ്ട് ചെയ്തു 44,100. 900 രൂപ. അപ്പൊ എന്ത് പോയി? ഡിസ്കൗണ്ട് പോയി. അപ്പൊ 45,000 ആയില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിൽ എത്ര രൂപ ഇമ്മീഡിയറ്റ്ലി കൊടുത്തു? 14,700 കൊടുത്തു, ബിക്ക് കൊടുത്തു. ഇതിൽ 14,700 ബിക്ക് കൊടുത്തു, ബിയുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര വരും? ബിക്ക് ഡിസ്കൗണ്ടും കൊടുക്കണ്ടേ? എത്ര വരും? 900 ഇൻറ്റു അല്ലേ 14,700 എത്രയാണോ ബിക്ക് കൊടുത്തത് ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ കിട്ടിയത്? 44,100. 300 കിട്ടും. ആണോ? 15,000. ഓക്കെ അല്ലേ? ഡിസ്കൗണ്ടും കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ 15,000 പൈസ ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അറിയോക്കെ? ഓക്കെ. ഇനി സമയമാവുമ്പോ എന്തായിരുന്നു ചെയ്യണ്ടേ? എ പൈസ ബിക്ക് 30,000 രൂപ കൊടുക്കണം, ബി ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു തീർക്കണം. അതല്ലേ വേണ്ടത്? അല്ലെ? എയുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? 30,000 ഉള്ളൂ. 15,000 ബിക്ക് കൊടുത്തില്ലേ? പക്ഷെ സമയമായപ്പോ പൈസ കൊടുക്കാനില്ലായിരുന്നു. നമുക്ക് നോക്കാം. അണേബിൾ ടു റെമിറ്റ് ദ എമൗണ്ട് ഡ്യൂ, accepts a bill for 63,000.
63,000ന്റെ ബില്ല് എന്ത് ചെയ്തു? എ അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ എന്തായി? ഇയാള് ഡ്രോയിയായി, അല്ല ഇയാള് ഡ്രോയറായി, ഇയാള് ഡ്രോയിയായി, പുതിയ ബില്ല് ഡ്രോ ചെയ്തു. എത്രയാണ്? 63,000ന്റെ ബില്ല് ഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? ആര് ബാങ്കിൽ പോവും? ആര് ബാങ്കിൽ പോവും? ബി ബാങ്കിൽ പോവും. ബി ബാങ്കിൽ പോയി 61,650. ബി ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് 61,650 കൊടുത്തു അല്ലേ? അപ്പൊ എത്ര ഡിസ്കൗണ്ട് പോയി? 1350 രൂപ ഡിസ്കൗണ്ട് പോയി 63,000. ഇനി ഇതിൽ എത്ര രൂപ കൊടുത്തു? 11,100 കൊടുത്തു. 11,100 കൊടുത്തു. ഓക്കെ അല്ലേ? 11,100 കൊടുത്തു. ഇനി ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ? ഡിസ്കൗണ്ട് എത്ര ഉണ്ടാവും? 1350 അല്ലേ ടോട്ടൽ? ഇൻറ്റു ഇപ്പൊ 11,100 കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്ലസ് അയാളുടെ പഴയ പൈസ എത്രയുണ്ട്? 30,000 രൂപയില്ലേ? പഴയത് എത്രയാ? 30,000 രൂപയല്ലേ? അതും കൂടെ കൂട്ടി ടോട്ടൽ എത്രയാ കിട്ടിയത്? 61,650. എത്ര വരും? ഒന്നുകൂടെ പറയണം. ഓക്കെ, 11,100 രൂപ പുതിയ ബില്ലിന്റെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി പഴയ ബില്ലിന്റെ എയുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? എ ആകെ കൊടുത്തത് 15,000 അല്ലേ ബിക്ക്? ഇനി എത്ര രൂപ ഉണ്ട്? 45,000-ൽ 15,000 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 30,000 അല്ലേ? 30,000. അപ്പൊ മൊത്തം 11,100 പ്ലസ് 30,000 ഉണ്ട്. ആരുടെ കയ്യില്? എയുടെ കയ്യില് അല്ലേ? അപ്പൊ പുതിയ ബില്ലിന്റെ പൈസ ചെലവാക്കുന്ന ആദ്യം അങ്ങനെയാണ് അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കിട്ടി? 61,650. അപ്പൊ എത്ര വരും? 900. ഓക്കെ അല്ലേ? അപ്പൊ പുതിയ ബില്ലിൽ 12,000 വന്നു. ഓക്കെ അല്ലേ? അപ്പൊ എയുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? 30,000 ഉണ്ട്, 12,000 ഉണ്ട്. ടോട്ടൽ 42,000 എയുടെ കയ്യിലുണ്ട്. ഓക്കെ ആണല്ലോ? ഇതിവിടെ മാറിയിരുന്നോട്ടെ കേട്ടോ, അതവിടെ മാറിയിരുന്നോട്ടെ. അറിയോ? ഓക്കെ, പ്രശ്നം ഓക്കെ അല്ലേ? പ്രശ്നം അപ്പോ ഇനി ഓൺ ദ ഡ്യൂ ഡേറ്റ് എ ബിക്കംസ് ഇൻസോൾവെന്റ്. എ ഇൻസോൾവെന്റ് ആയി ഡ്യൂ ഡേറ്റിന്റെ സമയത്ത്. ഓക്കെ അല്ലേ? ഹിസ് എസ്റ്റേറ്റ് പേയിങ് 40 പൈസ ഇൻ ദ റുപ്പി. 40 പൈസ, 1 രൂപയ്ക്ക് 40 പൈസയാണ് അയാളുടെ എസ്റ്റേറ്റ് പേ ചെയ്യുള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും ബുക്കിൽ എന്ത് എഴുതണം? ജേണൽ എൻട്രി എഴുതണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡ് ബില്ല് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബി ചെയ്യേണ്ട പണി എന്താ? പഴയ ബില്ല് ക്ലോസ് ചെയ്യാന്നുള്ളതല്ലേ? പഴയ ബില്ല് ക്ലോസ് ചെയ്യാന്നുള്ളതല്ലേ? അതും ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ജേണൽ എൻട്രി എഴുതാം. എയുടെയും ബിയുടെയും ബുക്കിൽ ജേണൽ എൻട്രി എഴുതാം. എ ബി. ഓക്കെ അല്ലേ? ഫസ്റ്റ് ബില്ല് ഡ്രോ. ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ എയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? ബി അക്കൗണ്ട് ഡെപ്റ്റ് ടു, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബി. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി എത്രയാണ്? 45,000. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ബിയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? എ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ 45,000. ഓക്കെ ആണോ? ഫസ്റ്റ് ജേണൽ എൻട്രി. രണ്ടാമത്തത് എ ബാങ്കിൽ പോയി അല്ലേ? എ ബാങ്കിൽ പോയി. അപ്പോ ബില്ല് ഡ്രോ ചെയ്തു, എ ബാങ്കിൽ പോയി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര വരും? 44,100, 900 ടു ബിൽസ് റിസീവബിൾ 45,000. അറിയോ? ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ഇയാളുടെ ബുക്കിൽ എന്തെങ്കിലും എൻട്രി വരുമോ? ഇല്ല, എൻട്രി ഒന്നും വരില്ല. ഓക്കെ അല്ലേ? ഇനി പൈസ കൊടുക്കണം വേണ്ടേ? പൈസ കൊടുക്കണം. എ ബിക്ക് പൈസ കൊടുക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ എന്താ എൻട്രി വരാ? ബി അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 15,000 അല്ലേ? ടു ബാങ്ക് എത്ര രൂപ കൊടുക്കുന്നത്? 14,700 ബാങ്കിലേക്ക് കൊടുക്കും. ടു ഡിസ്കൗണ്ട് 300. ഓക്കെ ആണോ? ടു ഡിസ്കൗണ്ട് 300. ബിയുടെ ബുക്കിൽ എന്തെങ്കിലും എൻട്രി വരുമോ? വരും. എങ്ങനെയാ വരുന്നേ? പൈസ കിട്ടും അല്ലേ? പൈസ കിട്ടും. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ
ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു എ. ഓക്കെ അല്ലേ? 14,700 രൂപ ബാങ്കിൽ വന്നു, 300 രൂപ ഡിസ്കൗണ്ടുമായി എക്സ്പെൻസ് ആയി 15,000 രൂപ എയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? അതിൽ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആ, ഇനി അടുത്തത് എന്താ സംഭവിച്ചേ? ഡ്യൂ ഡേറ്റ് ആയപ്പോ എന്ത് പറ്റി? ബില്ല് ഡ്യൂ ഡേറ്റ് ആയപ്പോ എന്ത് പറ്റി? പൈസ ഇല്ല അല്ലേ? പുതിയ ബില്ല് ഡ്രോ ചെയ്യേണ്ട വന്നു അല്ലേ? പുതിയ ബില്ല് ഡ്രോ ചെയ്തു. ആ, അപ്പോ പുതിയ ബില്ല് ആരാ ഡ്രോ ചെയ്യുന്നേ? ബി അല്ലേ ഡ്രോ ചെയ്യുന്നേ? അപ്പോ ബിയുടെ ബുക്കില് എൻട്രി എഴുതാം ആദ്യം. എന്താണ്? എസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോറി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എ. എത്രയാണ്? 63,000 ആ. 63,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ 63,000. ആർ യു ഓക്കെ? ഓക്കെ ആണോ? ആ, അടുത്തത് ആ ബില്ലുമായിട്ട് ആര് ബാങ്കിൽ പോയി? ബി ബാങ്കിൽ പോയി. ബി അല്ലേ ബാങ്കിൽ പോണേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 61,650. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 1,350. ടു ബിൽസ് റിസീവബിൾ 63,000. എയുടെ ബുക്കിൽ എന്തെങ്കിലും എൻട്രി വരുമോ? ഒരു എൻട്രിയും വരില്ല. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എയുടെ ബുക്കിൽ എൻട്രി ഇല്ല. ഓക്കെ ആണോ? അടുത്തത് എന്താ? പ്രൊസീഡ്സ് ഷെയർ ചെയ്യണം. ആദ്യം എയുടെ ബുക്കിൽ എഴുതാം, അല്ല ബിയുടെ ബുക്കിൽ എഴുതാം. ബി പൈസ കൊടുക്കാൻ പോകണ എക്ക് അല്ലേ? ഏസ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 12,000. മൊത്തം 12,000 അല്ലേ കൊടുക്കുന്നേ? ഇവിടെ നോക്കിക്കേ, 11,100 900 അല്ലേ? 12,000 രൂപ ടു. ആ 12,000 എങ്ങനെയാ കൊടുക്കുന്നത്? ടു ബാങ്ക്. ബാങ്കിലേക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 11,100 കൊടുക്കുന്നുണ്ട്. ടു ഡിസ്കൗണ്ട് 900 കൊടുക്കുന്നുണ്ട്. അറിയോ? ഓക്കെ? ഓക്കെ ആണോ? ആ, ഇനി എയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 11,100. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 900. ടു ബീസ് അക്കൗണ്ട് എത്രയാണ്? 12,000. അപ്പോൾ പൈസ കിട്ടി, മറ്റേ പഴയ ബില്ല് ക്ലോസ് ചെയ്യണ്ടേ? പഴയ ബില്ല് ക്ലോസ് ചെയ്യണം. ആ, എന്താണ്? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 45,000. ടു ബാങ്ക് 45,000. പഴയ ബില്ല് ക്ലോസ് ചെയ്തു. പഴയ ബില്ല് ക്ലോസ് ചെയ്തു. ഇതിന്റെ മേളിൽ എഴുതുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിന്റെ മേളിൽ എഴുതണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആർ യു ഓക്കെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കഴിഞ്ഞോ? എത്തിയോ? എത്തുന്ന അത് കഴിഞ്ഞിട്ട് പറയാം. ഇനി പറയാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്തു? 45,000 ബില്ല് കൊടുത്തു, ബാക്കി 11,100 കൊടുത്തു. അപ്പോൾ മൊത്തം 12,000 കൊടുത്തു. ഓക്കെ അല്ലേ? 42,000 രൂപ ഇയാളുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ബില്ലിന്റെ സമയമായപ്പോ ആര് ഇൻസോൾവെന്റ് ആയി? എ ഇൻസോൾവെന്റ് ആയി അല്ലേ? അപ്പോ എ ആരായിരുന്നു? ഡ്രോയി അല്ലേ? ഡ്രോയി അല്ലേ പൈസ കൊടുക്കണ്ടേ? ഡ്രോയിക്കിടെ കയ്യിൽ പൈസ കൊടുക്കാനില്ലാത്തപ്പോ ആരുടെ കയ്യിൽ നിന്ന് ബാങ്ക് പൈസ ചോദിക്കും? ആരെന്ന്? ബിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, ഡ്രോയറുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഓക്കെ അല്ലേ? അപ്പോ ഡ്രോയർ പൈസ കൊടുക്കണ്ടേ? എന്താ എൻട്രി വരാ? ആ, ആർക്ക് വേണ്ടിയാ? എ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ബിൽസ് റിസീവബിൾ ഓൾറെഡി പോയില്ലേ അല്ലേ? എക്ക് വേണ്ടി ആര് പൈസ കൊടുക്കുവാണ്? ബി പൈസ കൊടുക്കുവാണ്. മൊത്തം എത്ര രൂപ കൊടുക്കണം? 63,000 രൂപ കൊടുക്കണം. ബില്ല് ഡിസോണർ ആയില്ലേ? എയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 63,000. ടു എസ് അക്കൗണ്ട് അല്ലേ? 63,000. അല്ല, ബീസ് അക്കൗണ്ട്. ടു ബീസ് അക്കൗണ്ട് എത്രയാണ്? 63,000. ഓക്കെ അല്ലേ? എയുടെ ബില്ല് ഡിസോണർ ആവുമ്പോ ഡ്രോയിയുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? എന്താ എൻട്രി വരാ? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയർ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി ഡിസ്കൗണ്ട് ചെയ്ത ബില്ലാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പരിപാടി തീർന്നു. ഇനി അടുത്തത് എന്താണ്?
ഡിസോണറിന്റെ എൻട്രി അല്ല ഡിസോണറിന്റെ എൻട്രി എഴുതി. ഇനി പൈസ കിട്ടുമോ? ബിക്ക് പൈസ കിട്ടും. എത്ര കിട്ടുള്ളൂ? 40 പൈസ തന്നെ റുപ്പി, അതായത് 40,000 അല്ല 40% കിട്ടുള്ളൂ. അപ്പൊ എത്ര രൂപ എയുടെ കയ്യിലുണ്ട്? 42,000 ഇല്ലേ? പഴയ 30,000 ഉണ്ട്, ഇപ്പോഴത്തെ 11,100 900 42,000 ഉണ്ട്. അപ്പോ ബിക്ക് പൈസ കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 42,000 40% എത്രയാണ്? 16,800. ഓക്കെ അല്ലേ? ബാലൻസ് ഉള്ളത് എന്താ? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 25,200. ടു ഏസ് അക്കൗണ്ട് 42,000. ഓക്കെ ആണോ? ഇനി എയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ ബിക്ക് കൊടുക്കാനുണ്ടായിരുന്ന 42,000 തീരാൻ പോവാണ്. എങ്ങനെ തീർക്കുന്നേ? ടു ബാങ്ക് 16,800. ബാങ്കിലേക്ക് 16,800 കൊടുത്തു. ടു ഡെഫിഷ്യൻസി 25,200 കൊടുത്തു. ഡെഫിഷ്യൻസി 25,200 കൊടുത്തു. ആർ യു ഓക്കെ? ഓക്കെ ആണോ? നമുക്ക് വെരിഫൈ ചെയ്യാം. നോക്കിക്കോളാം. $30,000 42,000 കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഏറ്റവും ശരിയാണ്. നിങ്ങൾ അങ്ങനെ എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് രണ്ടായിട്ട് വരച്ചാൽ മതി. ഇവിടെ ഒരു നരേഷൻ കോളം ഇൻ ദ ബുക്സ് ഓഫ് എ, ഇൻ ദ ബുക്സ് ഓഫ് ബി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. ഇനി ബീനെ ഞെക്കി കൂട്ടി ഒരു സൈഡിൽ എഴുതി വെക്കരുത് മാത്രം. ഓക്കെ. എന്ത് എഴുതി കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യരുത്? ഇവിടെ ഇങ്ങനെ ഇത്ര ഉള്ളു പേജ്, ആദ്യം ഇവിടെ വലുതിട്ടു, ഇവിടെ വലുതിട്ടു, ഇവിടെ വന്നപ്പോൾ ബീനെ എന്ത് ചെയ്യണം? അവിടെ ഒതുക്കി വെക്കണം. ഇങ്ങനെ 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 എഴുതി വെക്കരുത് കേട്ടോ. അങ്ങനെ എഴുതി വെക്കരുത്. ഓക്കെ അല്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ വൃത്തിയും എനിക്കും എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അറിയോ? ഓക്കെ കഴിഞ്ഞോ? അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. X draws on Y a bill of exchange for 30,000 on 1st April 2023 for 3 months. Y accepts the bill and send it to X, and who get it discounted for 28,800. X immediately remits 9,600 to Y. On the due date, X being unable to remit the due 42,000 പുതിയ ബില്ല് ഡ്രോ ചെയ്തു. So was discounted by Y on 40,110. Y sends 6740 to X. Before the maturity of the bill, X becomes bankrupt. His estate paying 50 paise in the rupee. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റനോട് സിമിലർ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. ആദ്യത്തെ ബില്ലിന്റെ ഡിസ്കൗണ്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ ബില്ലിന്റെ എക്സ് വൈക്ക് പൈസ കൊടുക്കുമ്പോൾ എത്ര ഡിസ്കൗണ്ട് കൂടി കൊടുക്കണം? എത്രയാണ് ടോട്ടൽ ഡിസ്കൗണ്ട്? 1,200 അല്ലേ? ഇൻറ്റു 9,600 ഡിവൈഡഡ് ബൈ 28,800. ഓക്കെ അല്ലേ? എത്രയാണ്? 400 രൂപ ഫസ്റ്റ് ബില്ലിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബില്ല് എത്ര രൂപയുടെ ആയിരുന്നു? 30,000 രൂപയുടെ ആയിരുന്നു. അപ്പോൾ എക്സിന്റെ കയ്യിൽ എത്രയുണ്ട്? 20,000 രൂപ ഉണ്ട്. വൈയുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 10,000 രൂപ. ഓക്കെ അല്ലേ? രണ്ടാമത് എക്സിന്റെ കയ്യിൽ കിടക്കുന്ന 20,000 രൂപ കൊടുക്കാനില്ലാത്ത കാരണം എക്സ് എന്ത് ചെയ്തു? വൈനെ കൊണ്ട് പുതിയ ബില്ല് ഡ്രോ ചെയ്യിപ്പിച്ചു. അപ്പൊ പുതിയ ബില്ല് 42,000 രൂപയുടെ ബില്ലല്ലേ? ആ ബില്ല് എത്ര രൂപ കിട്ടി? 40,110 കിട്ടി. അപ്പൊ എത്ര രൂപ ഡിസ്കൗണ്ട് പോയി? ടോട്ടൽ 1,890 അല്ലേ? 1,890. അതിൽ 40,110 കിട്ടിയതിൽ 6,740 രൂപ ആർക്ക് കൊടുത്തു? എക്സിന് കൊടുക്കുകയും ചെയ്തു. അപ്പൊ എക്സിന് അതിന്റെ ഡിസ്കൗണ്ട് എത്ര ഷെയർ ചെയ്യും? 1,890 ഇൻറ്റു 20,000 രൂപ ആദ്യത്തെ ബില്ലിന്റെ എക്സിന്റെ കയ്യിലില്ലേ? പ്ലസ് പുതിയ ബില്ലിന്റെ എത്രയുണ്ട്? 6,740 ഉണ്ട്. ഡിവൈഡഡ് ബൈ 40,110 എത്ര വരും? 1,250. 1,260. ഓക്കെ ആണോ? അപ്പോ എക്സിന്റെ കയ്യിൽ ഇനി എത്ര ഉണ്ടാവും? 20,000 ഉണ്ട്, 6,740 ഉണ്ട്, 1,260 ഉണ്ട്. ടോട്ടൽ എക്സിന്റെ കയ്യിൽ എത്ര ഉണ്ടാവും? 28,000 ആണോ? 28,000 എക്സിന്റെ കയ്യിലുള്ളത് അല്ലേ?
ആദ്യത്തെ ബില്ലിന്റെ 20,000 ഉണ്ട്, പുതിയ ബില്ലിന്റെ എത്രയുണ്ട്? 8,000 ഉണ്ട്. 6,740 1,260 ഡിസ്കൗണ്ടും അല്ലേ? അപ്പോ എക്സ് ഇൻസോൾവെന്റ് ആയി കഴിയുമ്പോൾ 50 പൈസ, എത്ര രൂപ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് വരും? 28,000. അതിൽ 50 പൈസ കിട്ടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എത്ര കിട്ടും? 14,000 കിട്ടും. 14,000 ബാഡ് ഡെപ്റ്റ് ആണ്. ആർക്ക്? വൈക്ക്. ആ 14,000 ആരുടെ ഡെഫിഷ്യൻസിയാണ്? എക്സിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 9 അല്ലേ? 9. ഓക്കെ, നോക്കിക്കേ. 1,260 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ അല്ലേ? 28,000. അതിൽ 14,000 രൂപ വൈക്ക് കൊടുക്കണം. 14,000 എക്സിന്റെ ഡെഫിഷ്യൻസിയാണ്, വൈയുടെ ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇതാ ഒരു റൂട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മസ്റ്റ് ഡു ആണ് കേട്ടോ, ഉറപ്പായിട്ടും വച്ചിട്ടുണ്ടാവണം. എവിടെന്നോ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അവര്. കണ്ടോ, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? ഓക്കെ, അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അറ്റംപ്റ്റിൽ വന്ന് ചോദിക്കും. ഓക്കെ, അത് ഈ അറ്റംപ്റ്റിൽ ആവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 15 മാർക്ക് കിട്ടണം. ഓക്കെ, കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ബില്ല് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ 10. T draws on J a bill of exchange for 1,80,000 on 1st April 2022 for 3 months. J accepts the bill and sends it to T, who gets discounted from banker for 1,72,800. അതിൽ 57,600 രൂപ പേ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് ഷെയർ ചെയ്യണം? എത്ര രൂപ ഡിസ്കൗണ്ട് ഷെയർ ചെയ്യണം? 7,200 അല്ലേ ടോട്ടൽ ഡിസ്കൗണ്ട് അല്ലേ? 1,72,800 കിട്ടി. 1,80 7,200 അല്ലേ? ഇൻറ്റു 57,600 ഡിവൈഡഡ് ബൈ 1,72,800 എത്ര വരും? എത്ര? 2,400. 2,400. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഡിസ്കൗണ്ട് 2,400 ആണ്. അപ്പോൾ എത്ര വരും? 57,600 പ്ലസ് 2,400 60,000 രൂപ ആരുടെ കയ്യിലുണ്ട്? ജെയുടെ കയ്യിലുണ്ട് അല്ലേ? ജെയുടെ കയ്യിൽ 60,000 ഉണ്ട്. മറ്റേ ആളുടെ കയ്യിലോ? ടിയുടെ കയ്യിൽ എത്രയുണ്ട്? 1,20,000 രൂപയില്ലേ? 1,20,000 രൂപയുണ്ട്. ഇനി ടിയുടെ കയ്യിൽ സമയമായപ്പോൾ പൈസ ഇല്ല കൊടുക്കാൻ. ടി എന്ത് ചെയ്തു? സെയിം പരിപാടി. എന്താണ്? 2,52,000 രൂപയുടെ പുതിയ ബില്ല് ഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? അത് ബാങ്കിൽ ചെന്നപ്പോൾ എത്ര കിട്ടി? 2,40,660 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ എത്ര രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ടോട്ടൽ? 11,340 ഉണ്ട്. 11,340 ഉണ്ട്. ഓക്കെ അല്ലേ? ഇൻറ്റു ഇനി പുതിയ ബില്ലിന്റെ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 40,440 കൊടുക്കുന്നുണ്ട് അല്ലേ? പഴയ ബില്ലിന്റെ എത്രയുണ്ട്? 1,20,000 ഇല്ലേ? പ്ലസ് പുതിയ ബില്ലിന്റെ എത്രയാ? 40,440 അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ കിട്ടിയത് എത്രയാ? 2,40,660. എത്ര കിട്ടും നോക്കി? 7,560. ഓക്കെ അല്ലേ? ഇപ്പൊ ടിയുടെ കയ്യിൽ എത്രയുണ്ട്? 1,20,000 ഉണ്ട് ടിയുടെ കയ്യിലുള്ളത്. ടിയുടെ കയ്യിൽ 1,20,000 പഴയ ബില്ലിന്റെ ഉണ്ട്. പുതിയ ബില്ലിന്റെ 40,440 അതിന്റെ ഡിസ്കൗണ്ടും 40,440 7,560. ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കിക്കേ. 1,68,000 രൂപയുണ്ട്. ആണോ? 1,68,000 രൂപയുണ്ട്. ഓക്കെ അല്ലേ? ഇനി സമയമായപ്പോ ബാങ്ക്രപ്റ്റായി 50 പൈസ റുപ്പി കിട്ടി. ഓക്കെ അല്ലേ? ടിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ മൊത്തം കിട്ടാനുണ്ട്? 1,68,000 കിട്ടാനില്ലേ? അതിൽ പകുതി എന്തായി? ബാഡ് ഡെപ്റ്റ് ആയി ജെക്ക്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ബാഡ് ഡെപ്റ്റ് ആയി? 84,000 അല്ലേ? 84,000 ബാഡ് ഡെപ്റ്റ് ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ നോക്കിയേക്കാം നമുക്ക്.
84,000 ബാർ ഡെപ്റ്റായി. 1,68,000 കിട്ടാനുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇലസ്ട്രേഷൻ 10. ഇലസ്ട്രേഷൻ 10 സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? 15 മാർക്കിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കളയോ? ഉറപ്പായിട്ടും കളയരുത് കേട്ടോ, കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. On 1st July 2023, G draw a bill for 80,000 on H. ഓക്കെ അല്ലേ? G ഡ്രോയർ ആണ്, H ഡ്രോയി ആണ്. ഒരു 80,000ന്റെ ബില്ല് ഡ്രോ ചെയ്തു, ബിൽസ് റിസീവബിൾ ഡ്രോ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് എൻട്രീസ് എഴുതി പോവാം. അപ്പോൾ ജിയുടെ ബുക്ക്, ജി എച്ച് രണ്ടുപേരായി അല്ലേ? ജിയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു എച്ച് 80,000. എച്ചിന്റെ ബുക്കിൽ എന്താ എൻട്രി വരാം? ജി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ 80,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. G had purchased goods worth 81,000 from J. ജെയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ജെ എന്ന് പറയുന്ന ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ജെയുടെ കയ്യിൽ നിന്ന് ജി 81,000ന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ജിയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജെ 81,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ജെ എന്ന് പറയുന്ന പുതിയ ആൾ കൂടി വന്നു അല്ലേ? ജെയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? എന്താണ്? ജി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 81,000. ഓക്കെ അല്ലേ? ജെയുടെ ബുക്കിൽ എൻട്രി വന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആദ്യം 80,000 ജി എച്ചിന്റെ പേരിൽ ബില്ല് ഡ്രോ ചെയ്തു. രണ്ടാമത് ജി ആരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു? ജെയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ജിയുടെ പർച്ചേസ് ആണ്, ജെയുടെ എന്താണ്? സെയിലാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ജി എൻഡോസ്ഡ് എച്ച് അക്സെപ്റ്റൻസ് ടു ജെ ഇൻ ഫുൾ സെറ്റിൽമെന്റ്. ഓക്കെ അല്ലേ? ജി ഈ ബില്ലുണ്ടല്ലോ, ഈ ബില്ല് ആർക്ക് കൊടുത്തു? ജെക്ക് കൊടുത്തു. 81,000 രൂപ കൊടുക്കുന്നതിന് പകരം ആ ബില്ല് കൊടുത്തിട്ട് ഇനി പൈസ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീനെ സംബന്ധിച്ചിടത്തോളം എന്താ? 80,000 രൂപ ബിൽസ് റിസീവബിൾ ജെക്ക് കൊടുത്തു. 1000 രൂപ എന്തും കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി അല്ലേ? അപ്പൊ ജിയുടെ ഇടപാട് തീർന്നില്ലേ ജെയുമായിട്ടുള്ള? അപ്പോ എങ്ങനെയാണ് എൻട്രി വരിക? ജെ അക്കൗണ്ട് ഡെപ്റ്റർ, ജെക്ക് എത്ര കൊടുക്കാനുണ്ടായിരുന്നു? 81,000 കൊടുക്കാനുണ്ടായിരുന്നു. ടു എന്താ കൊടുത്തത്? ബിൽസ് റിസീവബിൾ 80,000 കൊടുത്തു. ഓക്കെ ആണോ? ടു ഡിസ്കൗണ്ട് 1000 രൂപ കിട്ടി. ഡിസ്കൗണ്ട് 1000 രൂപ കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? എച്ചിനെ ഇതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. ജെയുടെ ബുക്കിൽ എന്താ എൻട്രി വരാം? ജെക്ക് എന്ത് കിട്ടി? ബിൽസ് റിസീവബിൾ കിട്ടി 80,000 രൂപയുടെ. ഡിസ്കൗണ്ട് 1000, നഷ്ടം വന്നു. ടു ജി 81,000. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഓൺ 1st September ജെ പർച്ചേസസ് ഗുഡ്സ് വർത്ത് 90,000 ഫ്രം എച്ച്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. ജെ പർച്ചേസസ് ഗുഡ്സ് വർത്ത് 90,000 ഫ്രം എച്ച്. ജെ എച്ചിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ജെ എച്ചിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു 90,000ന്റെ പർച്ചേസ്. ജെയുടെ പർച്ചേസ് ആണ് അല്ലേ? അപ്പൊ ജെയുടെ ബുക്കിൽ എൻട്രി എഴുതാം. ജെയുടെ ബുക്കിൽ എൻട്രി എഴുതാം. എന്താ എൻട്രി വരാം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എച്ച് 90,000. ആർ യു ഓക്കെ? ഓക്കെ അല്ലേ? ഇനി അത് ആരുടെ സെയിലാണ്? എച്ചിന്റെ സെയിൽ അല്ലേ? എച്ചിന്റെ ബുക്കിൽ എന്താ എൻട്രി വരാ? ജെ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 90,000. ആർ യു ഓക്കെ? ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ? ജെ എൻഡോസ്ഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിസീവ്ഡ് ഫ്രം ജി
to H and paid 9,000 in full settlement. ഓക്കെ അല്ലേ? അപ്പോ എന്താ ചെയ്തത്? ജെ കയ്യിലുണ്ടായിരുന്ന 80,000 രൂപയുടെ ബിൽസ് റിസീവബിൾ ഇല്ലേ, ആ 80,000 രൂപയുടെ ബിൽസ് റിസീവബിളും കൊടുത്തു, 9,000 രൂപ ക്യാഷും കൊടുത്തു. അപ്പോ 89,000 അല്ലേ ഉള്ളൂ, 1000 രൂപ. അപ്പൊ ആർക്ക് ഡിസ്കൗണ്ട് കിട്ടി? ജെക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ അല്ലേ? ജെയുടെ ബുക്കിൽ എൻട്രി എഴുതാൻ പോവാണ്. ജെ എച്ചിന് പൈസ കൊടുക്കാൻ പോവാണ് അല്ലേ? എച്ച് അക്കൗണ്ട് ഡെപ്റ്റർ 90,000. എച്ചിന് 90,000 കൊടുക്കാനില്ലായിരുന്നോ? അതെങ്ങനെയാ കൊടുക്കുന്നത്? ടു ബിൽസ് റിസീവബിൾ എത്രയാണ്? 80,000. ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് 9,000. ടു ഡിസ്കൗണ്ട് 1,000. ഓക്കെ അല്ലേ? ഇനി എച്ചിന് പൈസ കിട്ടിയില്ലേ? എച്ചിന്റെ ബുക്കിൽ എൻട്രി എഴുതാൻ പോവാണ്. എന്താണ് എൻട്രി? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 80,000. എച്ചിന് 80,000 ബിൽസ് റിസീവബിൾ കിട്ടി ഇല്ലേ? എച്ചിന് 80,000 ബിൽസ് റിസീവബിൾ കിട്ടിയില്ലേ? അടുത്തത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 9,000. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 1,000. ടു ജെ അക്കൗണ്ട് 90,000. ഓക്കെ അല്ലേ? ജെക്ക് കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ? ഓൺ 1st October എച്ച് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 1 lakh ഫ്രം ജി. ഓക്കെ അല്ലേ? ജിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു 1 lakhന്റെ. ഓക്കെ അല്ലേ? അപ്പോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എച്ച് ഡ്രോയി ആയിട്ടുള്ള ബില്ല് എച്ചിന്റെ കയ്യിൽ തന്നെ കിട്ടി അല്ലേ? അപ്പോ ആ ബില്ല് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ആ ബില്ല് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. എച്ച് ആ ബില്ല് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, എച്ചിന്റെ ബുക്കില് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ 80,000. ഈ ഒരു എൻട്രിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു എൻട്രി നിങ്ങൾ എഴുതുന്നുണ്ടോ എന്ന് നോക്കി അവർ ഇരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ എൻട്രി നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ് ആ എൻട്രി വന്നത്? എച്ച് ജിക്ക് കൊടുത്ത ബില്ലാണ് ജി ആർക്ക് കൊടുത്തത്? ജെക്ക് കൊടുത്തത്. ജെ ആ ബില്ല് തന്നെയാണ് എച്ചിന് കൊടുത്തത്. അപ്പോ എച്ചിന്റെ ബിൽസ് പേയബിൾ ആണ് ഇപ്പൊ എച്ചിന്റെ ഇരിക്കുന്ന ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? അപ്പൊ അത് എന്ത് ചെയ്തു? തന്നെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ അല്ലേ? തന്നെ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇനി ലാസ്റ്റ് കാര്യം പറയുന്നത് 1 lakhന്റെ പർച്ചേസ് ആരുടെ കയ്യിൽ നിന്ന് ചെയ്തു? ജിയുടെ കയ്യിൽ നിന്ന് ചെയ്തു. ഓക്കെ, അപ്പോ ജിയുടെ കയ്യിൽ നിന്ന് ചെയ്തു. അപ്പോ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജി 1 lakh. ജിയുടെ ബുക്കിലോ എച്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 1 lakh. ഓക്കെ ആണോ? അപ്പോ പർച്ചേസ് ചെയ്തു, 1,00,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. ഇനി എത്ര രൂപ എച്ച് ജിക്ക് കൊടുത്താൽ മതി? 20,000 രൂപ കൊടുത്താൽ മതി. ആദ്യം ഒരു ബില്ല് ചുമ്മാ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു 80,000 രൂപയുടെ. അപ്പൊ ആ ബില്ലിന്റെ പൈസ ആര് തന്നായിരുന്നു? ജി എച്ചിന് കൊടുക്കണ്ടായിരുന്നോ? അപ്പൊ എച്ചിന് 80,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു ജി. അപ്പോ എച്ച് ജിയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപയുടെ സാധനം വാങ്ങി. അപ്പൊ എത്ര രൂപ ഉള്ളൂ ഇനി എച്ചിന് കിട്ടാൻ? എച്ചിനല്ല, ജിക്ക് കിട്ടാൻ 20,000 രൂപയിലുള്ളൂ. അപ്പൊ ജിക്കായി 20,000 രൂപ മേടിക്കാം. ചെക്കായിട്ട് കൊടുത്തു എന്നാ പറഞ്ഞേക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 20,000 ടു എച്ച് 20,000. എച്ചിന്റെ ബുക്കിൽ ജിക്ക് കൊടുക്കണം അല്ലേ? ജി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 20,000. ആർ യു ഓക്കെ? ഓക്കെ ആണോ? 3 പേരുടെ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. ആർ യു ഓക്കെ? ഒന്ന് നോക്കിക്ക്. The last question for bill of exchange in the last question. നോക്കാം. On 12th May 2023, A sold goods to B for 36,470 and drew upon the later two bills, one for 16,470 and other for 20,000. ഓക്കെ അല്ലേ? ആരുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്? എയുടെ ബുക്കിലല്ലേ? അപ്പൊ എ ഗുഡ്സ് സോൾഡ് ചെയ്തു അല്ലേ? എന്താ എൻട്രി വരിക? ഫസ്റ്റ് ബി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 36,470. ഓക്കെ അല്ലേ?
ഇനി രണ്ടാമത് ബിൽസ് റിസീവബിൾ ഡ്രോ ചെയ്തു. എന്താണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 16,470, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 20,000 to B's account 36,470. B accepted both the bills. On 5th June 2020, A sent both the bills to his banker for collection on due dates. Okay അല്ലേ? എന്താണ് bills sent for collection account debtor to bills receivable to bills receivable 36,470, 20,000, 16,470. ഓക്കെ അല്ലേ? എവിടെയാണ് ഇമ്പാക്ട് വരുന്നതെന്ന് കണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിനെ നിങ്ങൾക്ക് എഫക്റ്റ് ആവും എന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് നോക്കിക്കേ. ദ ഫസ്റ്റ് ബിൽ വാസ് ഡ്യൂലി മെറ്റ്. ഫസ്റ്റ് ബില്ല് പൈസ കിട്ടി, ഫസ്റ്റ് ബില്ലിന് പൈസ കിട്ടി. ബട്ട് ഡ്യൂ ടു സം ടെമ്പററി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ബി ഫെയിൽഡ് ടു ഓണർ ദ സെക്കൻഡ് ബിൽ. അപ്പോൾ ഫസ്റ്റ് ബില്ലിന്റെ പൈസ കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? എക്ക് പൈസ കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഫസ്റ്റ് ബില്ല് എത്രയാണ്? 16,470. ടു ബിൽ സെന്റ് ഫോർ കളക്ഷൻ 16,470. ചാർജ് ഒന്നും ബാങ്ക് എടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അടുത്തത് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ബി ഫെയിൽഡ് ടു ഹോണർ ദ സെക്കൻഡ് ബിൽ. സെക്കൻഡ് ബില്ല് ഹോണർ ചെയ്യാൻ ബി എന്ത് ചെയ്തു? ബിക്ക് പറ്റിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് ബില്ല് ഡിസോണർ ആയി എന്നർത്ഥം. സെക്കൻഡ് ബില്ല് ഡിസോണർ ആയപ്പോ എന്ത് പറ്റി? ബിൽ സെന്റ് ഫോർ കളക്ഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ആരെ ഡെബിറ്റ് ചെയ്തു? ബിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ഒരു 20 എന്തുണ്ട്? നോട്ടിംഗ് ചാർജ് ഉണ്ട്. ബാങ്ക് ഹാഡ് ടു പേ ₹20 as നോട്ടിംഗ് ചാർജ്. ബാങ്ക് 20 രൂപ നോട്ടിംഗ് ചാർജും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളുടെ ബുക്കിൽ ഏടെ ബുക്കിൽ എന്താ എൻട്രി വരാ? ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ 20,020. ഓക്കെ അല്ലേ? ടു ബിൽ സെന്റ് ഫോർ കളക്ഷൻ 20,000, ടു ബാങ്ക് 20. ഓക്കെ അല്ലേ? അടുത്തത് however on 16th August 2023 it was agreed between A and B that B would immediately pay 8,020 in cash and accept a bill for 3 months at 12,480, which included interest for postponement of part on the due date. ഓക്കെ അല്ലേ? ഇപ്പൊ 20,020 രൂപ ബി കൊടുക്കാനില്ലേ എക്ക്? അതിൽ 8,020 രൂപ ആര് കൊടുക്കാമെന്ന് പറഞ്ഞു? ബി ഇമ്മീഡിയറ്റ്ലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ എന്താ എൻട്രി വരാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബീസ് അക്കൗണ്ട് 8,020. ഓക്കെ ആണോ? ബാലൻസ് എത്രയുണ്ട്? 12,000 റുപ്പീസ് അല്ലേ ബാലൻസ് ഉള്ളത്. അതിന് പകരം എത്ര രൂപ തരാമെന്ന് പറഞ്ഞു? 3 മാസം കഴിയുമ്പോൾ പുതിയ ബില്ല് 12,480. ദാറ്റ് മീൻസ് 12,000 കൊടുക്കാനുള്ളപ്പോൾ 12,480 കൊടുക്കാമെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. എത്ര ഇൻട്രസ്റ്റ് വരാ? 480 ആണ് ഇൻട്രസ്റ്റ് വരാ. അറിയോ? ഓക്കെ, 480 ആണ്. ഇൻട്രസ്റ്റിന് എൻട്രി ഇടണം. ഇൻട്രസ്റ്റ് ഏടെ എന്താണ്? ഇൻകോ അല്ലേ? ഇൻകോ ആണ്. ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 480. ഓക്കെ അല്ലേ? പുതിയ ബില്ല് ഡ്രോ ചെയ്തു. പുതിയ ബില്ല് ഡ്രോ ചെയ്തപ്പോൾ എന്താണ് എൻട്രി വരാ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബി. ഓക്കെ അല്ലേ? ഇനി എ ഇമ്മീഡിയറ്റ്ലി സെൻഡ് ന്യൂ acceptance to its bank for collection. പുതിയത് വീണ്ടും വിട്ടു. ഓക്കെ അല്ലേ? എന്താ എൻട്രി വരാ? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ 12,480 to bills receivable 12,480. On the 1st October 2023, B approached A offering 12,240 for retirement of his acceptance and A accepted the request. ഓക്കെ അല്ലേ? എന്താണ് പറഞ്ഞത്? 12,480 കൊടുക്കാനുള്ളതിന് പകരം നേരത്തെ വന്നിട്ട് ബി പറയാണ് ഞാൻ പൈസ തരാം, 12,240 തരുള്ളൂ എന്ന്. അപ്പൊ എത്ര രൂപ ബിക്ക് ലാഭമുണ്ട്? 240. അത് എനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ലേ? അല്ലേ? അപ്പൊ എന്താണ് എൻട്രി വരാ? എ അക്സെപ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 12,240. പിന്നെ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 240 ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എത്രയാണ്? 12,480. ഓക്കെ ആണോ? ബിൽസ് റിസീവബിൾ പോയിട്ട് നമ്മളുടെ കയ്യിൽ എന്ത് വന്നിരുന്നു? ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ വന്നിരുന്നു. ഓക്കെ ആണോ? ആർ യു ഓക്കെ ആണോ? ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഇനി ആ ക്വസ്റ്റിന്റെ ആൻസർ കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. സെയിൽ ചെയ്തു, 2 ബില്ല് ഡ്രോ ചെയ്തു, പിന്നെ
രണ്ടായിട്ട് തന്നെ എഴുതിക്കോട്ടോ, ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, രണ്ടായിട്ട് തന്നെ ബിൽസ് റിസീവബിൾ എഴുതിക്കോളാം കേട്ടോ, രണ്ടായിട്ട് തന്നെ എഴുതിക്കോളാം. ആദ്യം ബിൽ സെൻഡ് ഫോർ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ, ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ഓക്കെ അല്ലേ. ഇനി കളക്ഷന് വിട്ട ബില്ലിൽ ഒരെണ്ണം പൈസ കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ ഓക്കെ അല്ലേ. രണ്ടാമത്തതോ ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ 20,020, ബിയുടെ കയ്യിൽ നിന്ന് 20,020 കിട്ടണം, അതിൽ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ 20,000 ഉണ്ട്, 20,000 ടു ബാങ്കിൽ നിന്ന് പൈസയും കൊടുത്തു ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് കിട്ടി ഓക്കെ അല്ലേ. 8,020 തരാമെന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ഇത് എഴുതിക്കോ, ഈ എൻട്രി എഴുതിക്കോ. 8,020 തരാമെന്ന് പറഞ്ഞു. 20,020ൽ 8,020 കഴിഞ്ഞാൽ ബാക്കി എത്ര? 12,000 അല്ലേ ഉള്ളത്. അതിന് 12,480 തരാമെന്ന് പറയുമ്പോൾ 480 എന്താ? ഇൻട്രസ്റ്റ് ആണ്. ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓക്കെ അല്ലേ. അടുത്ത എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബീസ് അക്കൗണ്ട് 12,480 ഓക്കെ അല്ലേ. പുതിയ ബില്ല് ഡ്രോ ചെയ്തു ഓക്കെ, പുതിയ ബില്ല് ഡ്രോ ചെയ്തു. ഇനി അടുത്ത എന്താ? പുതിയ ബില്ലും കളക്ഷൻ വിട്ടു, ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ഓക്കെ അല്ലേ. അടുത്തത് എന്താ പറയുന്നത്? ആ ബില്ല് സമയമാവുന്നതിന് മുന്നേ അയാൾ എന്ത് ചെയ്തു? പൈസ തരാമെന്ന് പറഞ്ഞു. എത്ര തരാമെന്ന് പറഞ്ഞു? 12,480 പകരം 12,240 തരാമെന്ന് പറഞ്ഞു. ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഏടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 12,240 വന്നു അല്ലേ. 240, 12,480 12,240 കിട്ടുള്ളൂ എങ്കിൽ 240 എന്താണ്? ഡിസ്കൗണ്ട് കൊടുത്തു ഓക്കെ. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ അത് എനെ സംബന്ധിച്ചിടത്തോളം നഷ്ടവും ബിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലാഭമാണ്. ബിയുടെ ഇൻകം എയുടെ എക്സ്പെൻസും ആണ് റിട്ടയർമെന്റ് സമയത്ത് അല്ലേ. ഡ്രോയർക്ക് എന്താണത്? എക്സ്പെൻസ് ആണ്, ഡ്രോയിക്ക് എന്താണ്? ഇൻകം ആണ് ഓക്കെ അല്ലേ. അപ്പോൾ 240 ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 240 ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ, ബിൽസ് റിസീവബിൾ അല്ല, ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. കാരണം എന്താണ്? ആ ബില്ല് ഓൾറെഡി ബാങ്കിന്റെ കൊടുത്തായിരുന്നു മാറാൻ ഓക്കെ അല്ലേ. 12,480 അറിയോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു 3 തിയറി ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ വായിക്കുന്നുള്ളൂ, ക്വസ്റ്റ്യൻ വായിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13, നോട്ടിംഗ് ചാർജ് എന്താണ്? എഴുതാൻ പാടില്ലേ? റിട്ടയർമെന്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിട്ടയർ ആവുന്നതിന്റെ കൺസെപ്റ്റ് എഴുതാൻ പാടില്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാടില്ലേ? അടുത്ത് നോക്കിക്കേ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് വേരിയസ് പാർട്ടീസ് ടു ഇറ്റ് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ണും കൂട്ടി എഴുതാൻ പാടില്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡെഫിനിഷൻ എഴുതാ. ഏതൊക്കെയാണ് പാർട്ടീസ്? ഡ്രോയർ, ഡ്രോയി, പേയി അല്ലേ, എഴുതാൻ പാടില്ലേ? ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി എൻഡോസ്ഡ്, എൻഡോസ് ചെയ്യാം. എൻഡോസ് ചെയ്യുമ്പോൾ 2 പാർട്ടീസ് ആണ്, എൻഡോസറും എൻഡോസിയും ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ, എഴുതാൻ പാടില്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ട്രേഡ് ബിൽ വേഴ്സസ് അക്കോമഡേഷൻ ബിൽ, എഴുതാൻ പാടില്ലേ? ട്രേഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ്, ഒരു സെയിലോ പർച്ചേസോ നടക്കുമ്പോഴുള്ള ബില്ലാണ് ട്രേഡ് ബില്ല് അല്ലേ. അക്കോമഡേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി അറിയാവുന്നവർ തമ്മിലുള്ള ബില്ലാണ് ഓക്കെ അല്ലേ. ട്രേഡ് ബില്ലിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്, പക്ഷേ അക്കോമഡേഷൻ ബില്ലിനോ സ്യൂ ചെയ്യാൻ പറ്റില്ല, ഫയൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല അക്കോമഡേഷൻ ബില്ല് വെച്ചിട്ട് ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഇത് അറിയാൻ പാടില്ലേ? ഇനി ട്രേഡ് ബില്ലിന്റെ പ്രൊസീഡ്സ് ഷെയർ ചെയ്യുമോ? ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഇപ്പോ ആദിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിച്ചു, അതിന് ബില്ല് വന്നു, അല്ലെങ്കിൽ ഞാൻ അതിന് ബില്ല് ഡ്രോ ചെയ്തു. 20,000 സാധനമാണ്, അതിന് 20,000 സാധനം കൊടുത്തു, അപ്പൊ എനിക്ക് ബില്ല് കിട്ടി. ഈ ബില്ലിന്റെ പൈസ ആദിൽ എനിക്ക് തരേണ്ട പൈസയല്ലേ. ഞാൻ അതിനകത്ത് ആദിലിന്റെ അടുത്ത് 10,000 തരാമെന്ന് അറിയോ? ഇല്ല. പക്ഷെ അക്കോമഡേഷൻ ബില്ലിന്റെ പ്രൊസീഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കാനൊന്നുമില്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അല്ലേ. 3 പോയിന്റ് എഴുതാൻ പാടില്ലേ? എഴുതാൻ പാടില്ലേ? 3 പോയിന്റ് എഴുതിയാൽ മതി ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ, അറിയോ? ഓക്കെ ഓക്കെ ആണോ? ദിസ് ഈസ് ഓൾ അബൌട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചെന്നിട്ട് അപ്പം തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഈ പറഞ്ഞ സാധനങ്ങളും നോക്കുക, അതിനുശേഷം നാളത്തേത് പഠിക്കാം ഓക്കെ അല്ലേ. താങ്ക് യു.